നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. അയ്യപ്പ സംഗമത്തോടൊപ്പം ശബരിമലയിൽ യുവതികളെ കയറ്റുന്ന വിഷയത്തിലും നിലപാട് മാറ്റാൻ സർക്കാർ. 2018 കടുംപിടുത്തം, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കൂട്ടത്തോൽവിയോടെ ഉപേക്ഷിച്ച പിണറായി സർക്കാർ സുപ്രീം കോടതിയിൽ പക്ഷേ നിലപാട് മാറ്റിയിരുന്നില്ല. നവോത്ഥാന മതിൽ തീർത്ത് സാമൂഹ്യ പരിഷ്കരണത്തിനൊപ്പമെന്ന് പ്രഖ്യാപിച്ച് സന്നിധാനത്ത് യുവതികൾ വരുന്നതിന് ഒത്താശ നൽകിയതൊക്കെ കഴിഞ്ഞ അധ്യായമെന്ന് എം.വി. ഗോവിന്ദൻ. സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം മാറ്റി നൽകുന്നതിനെക്കുറിച്ച് നിയമോപദേശം തേടിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഇനി അതിന് നിയമ തടസ്സമുണ്ടെങ്കിൽ പോലും വിശ്വാസികൾക്കൊപ്പമാണ് യുവതീ പ്രവേശനത്തിന് പിന്തുണയില്ലെന്ന സന്ദേശം ദേവസ്വം ബോർഡ് വഴി നൽകിക്കഴിഞ്ഞു സർക്കാർ. സുപ്രീം കോടതി വിധി നടപ്പാക്കാതെ മറ്റു മാർഗമില്ലെന്ന ഉറച്ച നിലപാടെടുത്ത് ശബരിമല പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയ സർക്കാർ നിലപാട് മാറ്റുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. നവോത്ഥാന മതിൽ തകർക്കുന്നത് അടഞ്ഞ അധ്യായമാകുന്നത് എങ്ങനെ? പ്രൈം ഡിബേറ്റിൽ ശ്രീ റെജി ലൂക്കോ, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ എം.എസ്. വേണുഗോപാൽ, ശ്രീ ജിതിൻ ദേവ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ഇന്നലെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിനാവശ്യമായ രീതിയിലായിരിക്കും സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകുക എന്ന്. അതിൽ നിന്ന് എല്ലാം വ്യക്തമാണ്. നിലവിൽ യുവതീ പ്രവേശന വിഷയമാണ് സുപ്രീം കോടതിയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. അതിലെ റിവ്യൂ ഹർജിയാണ്. ആ ഹർജിയിൽ ഇതിനകം സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും എടുത്തിരിക്കുന്ന നിലപാട് യുവതീ പ്രവേശനം ആവാം എന്നുള്ളതാണ്. അതിൽ മാറ്റം വരുമെന്ന് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പി.എസ്. പ്രശാന്തിന്റെ വാക്കുകൾ കേൾക്കാം. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ സർക്കാരിന്റെ നിലപാട് തിരുത്തി സുപ്രീം കോടതി നിലപാട് അറിയിക്കും, അത് പരസ്യമായി പ്രഖ്യാപിക്കണം. ആ വിഷയം പരിഗണനയിലുണ്ടോ? ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ശ്രദ്ധയിൽപ്പെടുത്താൻ ദേവസ്വം ബോർഡ് പരിശ്രമിക്കും. അത് പിന്നെ സുപ്രീം കോടതി തീരുമാനിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ബോർഡ് പരിശ്രമിക്കും. ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള സത്യവാങ്മൂലമായിരിക്കും എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട്. പക്ഷേ അവിടെ ശ്രീ റെജി ലൂക്കോസ് ഇത് യുവതീ പ്രവേശന വിഷയത്തിലുള്ളതാണ് എന്ന് തെളിച്ചു പറയുവാൻ എന്തിനാണ് ഇങ്ങനെ മടിക്കുന്നത്? 2019 തന്നെ നിലപാട് മാറ്റിയതാണ്. ഓരോ വീടുകളിലും കയറി ഒരു മാപ്പപേക്ഷയുടെ രീതിയിൽ തന്നെ പറഞ്ഞതാണ്, വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പരസ്യമായിട്ട് ഞങ്ങൾ സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലം നൽകാൻ പോവുകയാണ്, അതായത് ശബരിമലയിൽ യുവതീ പ്രവേശനം അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് എതിരാണ്, അതുകൊണ്ട് അതിനോടൊപ്പമല്ല സംസ്ഥാന സർക്കാർ എന്ന് സംസ്ഥാന സർക്കാരും യുവതീ പ്രവേശനത്തിനൊപ്പമല്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സത്യവാങ്മൂലം മാറ്റി നൽകാൻ പോവുകയാണ് എന്ന് പറയുവാൻ എന്താണ് മടി? അല്ല, ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കിയ കഥകളാണ്. കഴിഞ്ഞ 7 വർഷത്തിനിടയ്ക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി, ആ വിധി ഞങ്ങൾ നടപ്പാക്കില്ലെന്ന് പറയാൻ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് പറ്റുമോ? കേന്ദ്ര സർക്കാരിന് പറ്റുമോ? കാരണം അത് നിയമമാണ്. അതനുസരിക്കാൻ ബാധ്യസ്ഥമായ സംസ്ഥാന സർക്കാർ അതിനനുസരിച്ച് നടപടി സ്വീകരിച്ചല്ലാതെ ഉണ്ട്. ഈ ശബരിമലയെ തകർക്കത്തക്ക രീതിയിലോ ശബരിമലയുടെ പവിത്രതയ്ക്ക് ഒരു കോട്ടം വരുത്തോ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇതിനെ ആദ്യ സ്വാഗതം ചെയ്ത് ഇടതുപക്ഷ സർക്കാരോ അല്ലെങ്കിൽ പിണറായി വിജയനോ അല്ല. ആദ്യ സ്വാഗതം ചെയ്ത് ജന്മഭൂമി പത്രമാണ് ലീഡിംഗ് ആർട്ടിക്കിൾ കൊടുത്തത്. ലോകത്തിന് മുമ്പിൽ കേരളത്തിന്റെ മഹത്വം ശബരിമലയോട് സ്ത്രീ സമത്വം ഉയരുന്നു പറഞ്ഞുകൊണ്ട് കെ സുരേന്ദ്രൻ പിന്തുണച്ചു, ഭാരതീയ വിചാരകേന്ദ്രം പിന്തുണച്ചു. അങ്ങനെ BJPയുടെയും RSSന്റെ മുതിർന്ന നേതാക്കള് മുഴുവൻ അതിനെ പിന്തുണച്ചു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അന്നത്തെ BJPയുടെ പ്രസിഡന്റ് P.S. ശ്രീധരൻപിള്ള ഒരു സുവർണാവസരമാണെന്ന് പറഞ്ഞുകൊണ്ട് നേരെ റിവേഴ്സ് ആക്കി ഇതിനെതിരെ രംഗത്ത് വന്നു. ഈ കാപട്യം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിനോടൊപ്പം ഈ ഹൈന്ദവ സഹോദരങ്ങൾ ഈ തീർത്ഥാടകരും ഒപ്പം ഇപ്പോഴും നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന വിഷയങ്ങൾ എറേസ് ചെയ്തപ്പോൾ ഈ ശബരിമലയെ പ്രക്ഷുബ്ധ അന്തരീക്ഷം ഉണ്ടാക്കി പരുവാപരമായ മതേതര കേന്ദ്രമായ ലോകത്തിനൊരു മാതൃകയായ ശബരിമലയെ എന്താ പറയാ അത് കളങ്കം തീർക്കാൻ നിബിന് കഴിച്ച പേക്കൂത്തുകളെ നിങ്ങൾ അത് സർക്കാരിനെതിരെയാണെന്ന് പറഞ്ഞ് നരേഷൻ സൃഷ്ടിക്കുമായിരുന്നു. കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ നുണകൾ ആവർത്തിച്ച് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. കാരണം പൊതുബോധം കേരളത്തിൽ വളരെ ഉയർന്ന രീതിയിൽ ഉള്ള ഒരു സമൂഹമാണ് കേരളം. അതുകൊണ്ടല്ലേ ആ പ്രശ്നം കത്തി നിൽക്കുന്ന സമയത്ത് തന്നെ കേരളത്തിൽ നടന്ന 3 ഉപതെരഞ്ഞെടുപ്പുകൾ, കോന്നി, വട്ടിയൂർക്കാവ്, പാല, ആരാ ജയിച്ചത്? ഈ 3 സ്ഥലവും ശബരിമലയായിട്ട് വളരെയധികം ലിങ്കുള്ള, പ്രത്യേകിച്ച് കോന്നി
ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ് അവിടെ വിജയിച്ചത്. അപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും കളിപ്പീരുമായിട്ട് ഇവിടുത്തെ കുറെ മാധ്യമങ്ങളും ഇവിടുത്തെ ശരി, അങ്ങനെ വിചാരിച്ചോളൂ. പക്ഷേ ഞാൻ പറയട്ടെ, പിന്നെ എന്തിനാണ് നിലപാട് മാറ്റുന്നത് ശ്രീ റെജി ലൂക്കോസ്? പിന്നെ എന്തിന് നിലപാട് മാറ്റണം? അപ്പോൾ നിലപാട് മാറ്റില്ല എന്നാണോ? ഇത്രയും സമയമായല്ലോ ഈ വാർത്ത വന്നിട്ട്, ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ തരുന്നില്ല. അത് മാത്രമല്ല, അതൊക്കെ അടഞ്ഞ അധ്യായം എന്ന രീതിയിൽ കഴിഞ്ഞ അധ്യായമാണെന്ന് ശ്രീ എം.വി. ഗോവിന്ദൻ പറയുകയും ചെയ്യുകയുണ്ടായി. ഇതിൽ ശബരിമല യുവതീ പ്രവേശനത്തിന് ഒപ്പമല്ല, അവിടെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന നിലപാട് തന്നെയല്ലേ PS പ്രശാന്ത് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അത് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെയാണ് എന്ന്. അതിനപ്പുറം എന്തു വേണം? അതോ യുവതീ പ്രവേശനത്തിന് അനുകൂലമാണ്, ശബരിമലയിൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾ വരുന്നതിനും തടസ്സമില്ല എന്ന് തന്നെയാണോ? അതിനൊരു വിശദീകരണം വേണ്ടതാണല്ലോ ഇപ്പോൾ, അയ്യപ്പ സംഗമം കൂടി നടക്കുന്ന ഈ സമയത്ത്. പിന്നെ ഇപ്പോൾ താങ്കൾ പറയുകയുണ്ടായി ഇതെല്ലാം കെട്ടിച്ചമച്ചതാണ്, സംസ്ഥാന സർക്കാരിനെതിരെ വരുത്തി വെച്ചതാണ് എന്ന്. പക്ഷേ ഒരു റിവ്യൂ ഹർജി പോലും നൽകുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. റിവ്യൂ ഹർജിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്താണെന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞത്, അത് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, അത് സ്ത്രീ പുരുഷ സമത്വത്തിനെതിരായ ഒരു നിലപാടായിരിക്കും, സാമൂഹ്യ പരിഷ്കരണത്തിനെതിരായ ഒരു നിലപാടായിരിക്കും, അങ്ങനെ ചെയ്യുവാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഈ നിലപാട് മാറ്റി നൽകുന്നതും ഇതേ റിവ്യൂ ഹർജിയിൽ തന്നെയാണ് കേട്ടോ. ഒരു ഉദാഹരണം പറയാം. മഹാരാഷ്ട്രയിലെ മിഡ്നാപൂരിലെ സൂര്യക്ഷേത്രം 200 വർഷങ്ങളായിട്ട് തന്നെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലായിരുന്നു. അത് സുപ്രീം കോടതി വിധിച്ചു അവർക്ക് പ്രവേശനം കൊടുക്കാന്ന് പറഞ്ഞു. BJP ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ സംരക്ഷണം കൊടുത്തു പോലീസിന്റെ. ഇന്നവിടെ ആയിരക്കണക്കിന് സ്ത്രീകളാണ് കയറി ഇറങ്ങുന്നത്. അത് സ്ത്രീ സമത്വം. നിങ്ങൾ എന്തുകൊണ്ടാണ് BJPക്കാർ അവിടെ പോയി കൊടി കുർത്താത്തെ? എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ എതിരാളി ഇതിനെ എതിർക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവർ മിഡ്നാപൂരിൽ പോകാത്തത്? മിഡ്നാപൂരിൽ മഞ്ജുഷ് പോയിട്ടുണ്ടോ? മിഡ്നാപൂരിൽ ഇപ്പോഴും അവിടെ സ്ത്രീകൾക്ക് കയറാം. കേരളത്തിൽ മാത്രം എന്തിനാണ് ശബരിമലയുടെ പേരിൽ ഈ കോലാഹലം ഉണ്ടാക്കിയത്? അതിന്റെ കാരണം വോട്ടാ. ആ വോട്ട് നിങ്ങൾക്ക് തരികയല്ലാതെ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ ചോദിച്ചതിന് മറുപടി പറയാം. അതായത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനും പരിഷ്കൃത കേരളത്തിനും സ്ത്രീ സമത്വമാണ് മുദ്രാവാക്യം. അതിനെ എതിർക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവകാശമുണ്ട്. പക്ഷെ കോടതി പറയുമ്പോൾ അത് അനുസരിക്കാൻ ബാധ്യത. അതൊക്കെ അനുസരിച്ചു സംസ്ഥാന സർക്കാർ. പക്ഷേ ഇപ്പോൾ എന്തിനു മാറ്റുന്നു? എന്നാൽ പിന്നെ ആ അനുസരിച്ചത് അതേപടി നിലപാട് തുടരുന്നതിൽ എന്താണ് പ്രശ്നം? അതാണ് ചോദിച്ചുള്ളൂ. എന്തിനാണ് നിലപാട് മാറ്റുന്നത് അങ്ങനെയാണെങ്കിൽ? അല്ലല്ല, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നില്ല. നവോത്ഥാന സംരക്ഷണമാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നവോത്ഥാനം അതിലൊക്കെ തീർത്ത് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് പറഞ്ഞതാണ്. അപ്പോൾ ഈ നിലപാട് ഇപ്പൊ 2019 മുതൽ ഇതായിരുന്നില്ല നിലപാട് എന്ന കാര്യത്തിലും സംശയമില്ല. അത് പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷെ നിയമവഴിയിൽ പോകുമ്പോൾ സുപ്രീം കോടതിയിൽ ഈ നിലപാട് മാറ്റിയിരുന്നില്ല, അതും മാറ്റി നൽകാൻ പോകുന്നു എന്നാണല്ലോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പറയുന്നു, സ്ത്രീ പുരുഷ സമത്വം വേണം എന്ന് പറയുന്നു, നവോത്ഥാനം സംരക്ഷിക്കപ്പെടണം, സാമൂഹ്യ പരിഷ്കരണം വേണം, അതിന് മന്നത്ത് പത്മനാഭനെയും ശ്രീനാരായണ ഗുരുദേവനെയും ഒക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അന്ന് CPM നേതാക്കളും മുഖ്യമന്ത്രിയും ഒക്കെ. എന്നാൽ പിന്നെ അതിലങ്ങ് ഉറച്ചു നിന്നുകൂടെ? അതും നിൽക്കുന്നില്ല. വോട്ടാണ് പ്രശ്നം എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ നിലപാട് മാറ്റുന്നത് വോട്ടിന് വേണ്ടിയല്ലേ? മഞ്ജുഷ, നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട വസ്തുതയുണ്ട്. നിങ്ങൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ഈ സർക്കാരിനെ താഴെ ഇറക്കി ഭക്തരുടെ പേരിലും അല്ലാത്തതിന്റെ പേരിലും ഒക്കെ നടത്താനായിട്ട് ഒരുപാട് കഠിനാധ്വാനം ഓവർടൈം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാത്തത്? ഈ ചോദ്യത്തിലേക്ക് വരുന്നില്ല. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല? ഒരു അർത്ഥവിരാമത്തിൽ എന്തുകൊണ്ട് നിർത്തുന്നു? ഇത് യുവതീ പ്രവേശന വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് മാറ്റാൻ പോവുകയാണ്, ഞങ്ങൾ സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലം നൽകുകയാണ്, ബാക്കി സുപ്രീം കോടതി തീരുമാനിക്കട്ടെ എന്ന് തെളിച്ചു പറയുവാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അർത്ഥവിരാമത്തിൽ എന്തുകൊണ്ട് ഇത് നിർത്തുന്നു എന്നുള്ള കാര്യമാണ്. സുപ്രീം കോടതിയിൽ നിലവിലെ നിലപാട് അത് തന്നെയാണല്ലോ. ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ശബരിമലയിൽ വരാം. ജയദീപ് ഗുപ്ത സംസ്ഥാന സർക്കാരിന് വേണ്ടി അതേ സത്യവാങ്മൂലം നൽകുകയും അതിന്മേൽ വാദിക്കുകയും ചെയ്തയാളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകനും അതേ സത്യവാങ്മൂലം തന്നെയാണ് നൽകിയത്, മാറ്റി നൽകിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ പൊതുസമൂഹത്തിന് സംശയം വരികയാണ്, എന്താണ് സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ നിലപാടെന്ന്. മഞ്ജുഷ പറയട്ടെ, മഞ്ജുഷ ബുദ്ധിപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുക, അതാണ് നിങ്ങളുടെ ജോലി, നമുക്കറിയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് 9 അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് റെഫർ ചെയ്തിരിക്കുകയാണ്. 9 അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് റെഫർ ചെയ്തിരിക്കുന്ന ആ ബെഞ്ചിന്റെ പരിഗണനയുള്ള ഒരു കേസിൽ എങ്ങനെയാണ് കേരളത്തിലെ CPM-ന് അതിന് വിരുദ്ധമായ രീതിയിൽ സുപ്രീം കോടതിയിൽ ഭരണഘടനാ ബെഞ്ചിലിരിക്കുന്ന കാര്യം തീരുമാനമെടുക്കാൻ പറ്റും? ഒരു കാര്യം ഞാൻ പറയാം, അത് നിങ്ങൾ എന്നെ കൂടെ പറയിപ്പിക്കണം. ഗോതമാഷ് പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു അതൊക്കെ കഴിഞ്ഞ അധ്യായമാണ്. ആ കോലാഹലങ്ങൾ നിങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തതിനെ കുറിച്ച് ഞങ്ങളുടെ നിലപാടുള്ള വ്യക്തം, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. ആ വിശ്വാസികൾക്കൊപ്പം ആയതുകൊണ്ടാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ പമ്പാ സംഗമം 2018 വരെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു കണ്ടിന്യൂറ്റി പോലെ തന്നെ ലോക അയ്യപ്പ സംഗമം നടത്തുന്നത് ലോകത്തിന്റെ മുമ്പിലേക്ക് ഈ മഹത്തായ സ്ഥാപനത്തിനെ എത്തിച്ച് കേരളത്തിന്റെ പെരുമ, കേരളം ലോകത്തിന് ശബരിമലയോട് നൽകുന്ന മതേതരത്വം, അതൊരു വലിയ മെസ്സേജ് ആയിട്ട് ലോകത്തിന് മുമ്പിൽ ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങളൊക്കെ ലോകത്തിലെ 120 സർവകലാശാല പഠിപ്പിക്കുന്നുണ്ട്. കേംബ്രിഡ്ജിൽ ചെന്നാൽ ഒരു ഭാഗം മുഴുവൻ അദ്ദേഹത്തിന്റെ എഴുത്തുകളാണ്. ഞാൻ കണ്ട സന്ദർശിച്ചുള്ള ഭാഗ്യവശാൽ
അങ്ങനെയുള്ളൊരു മെസ്സേജ് കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനെ നിങ്ങളിപ്പോ കരിതേക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ നടക്കുന്നതെന്നറിയോ? യഥാർത്ഥ ഭക്തജനങ്ങളെ ആക്ഷേപിക്കുക. എന്ത് വേണ്ടി ഇപ്പൊ BJP ഊരാക്കുടുക്കിനായി, കോൺഗ്രസിന് നിലപാട് പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല. ഈവൻ നല്ലൊരു നിലപാടെടുത്ത രാഷ്ട്രീയ കക്ഷിയുടെ മുസ്ലിം ലീഗ് പറഞ്ഞിരിക്കുന്നു അത് നല്ല കാര്യമാണ്, നടക്കട്ടെ എന്ന് പറഞ്ഞു. എന്ത് നല്ല കാര്യത്തിനെതിരെയും കോടാനി വെക്കുക, എന്നിട്ട് ഊരാനായിട്ട് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP ഊരാക്കുടുക്കിലിട്ടിരിക്കുന്നു. CPM നിലപാട് എന്താണ്? CPM നിലപാട് എന്താണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട് എന്താണ്? അത് താങ്കൾ പറയൂ. ഈ വിഷയത്തിൽ CPM നിലപാട് എന്താണ്? യുവതീ പ്രവേശന വിഷയത്തിൽ CPM നിലപാട് എന്താണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട് എന്താണ്? സുപ്രീം കോടതിയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വളരെ വ്യക്തമല്ലേ യുവതി വിഷയത്തില് സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസിനെതിരെ യുവതി പ്രവേശനത്തിനെതിരെ ഒരു നടപടിയും എടുക്കത്തില്ല. ഒരു യുവതിയെ ശബരിമലയിലേക്ക് ആ ആചാരത്തെയും അത് കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് അതിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ ശബരിമലയിലേക്ക്, ഒരു തങ്കമ്മയും ഒരു വിലാസിനെയും അവിടെ കയറ്റാനുണ്ട്. ഞാൻ പേര് പറഞ്ഞ സാങ്കല്പിക്കണ്ട. ഈ സർക്കാർ അനുവദിക്കുകയില്ല. ഇതല്ലേ അത് കയറ്റാനായിട്ടല്ലല്ലോ ഈ സംഭവം നടക്കുന്നത്. ശബരിമലയുടെ പെരുമ ലോകത്തിലേക്ക് എത്തിക്കാനായിട്ടല്ലേ 3000 ഡെലിഗേറ്റ്സ്. ഞാൻ അതുപോലെ ചോദിച്ചത് നിലവിൽ എന്താണ് ഇപ്പൊ പൊതുസമൂഹത്തോട് പറയുവാനുള്ളത്? ശബരിമല വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് ഇന്നതാണ്, വിശ്വാസികൾക്കൊപ്പമാണ് എന്നതല്ല കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നതാണ് നിലപാട് എന്ന് പറയാൻ സംസ്ഥാന സർക്കാരിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? അതാണ് ഞാൻ ചോദിച്ച അർദ്ധവിരാമത്തിൽ എന്തുകൊണ്ട് നിർത്തുന്നു എന്നുള്ള ചോദ്യം ആവർത്തിക്കുകയാണ്. ഇന്നതാണ് ഞങ്ങളുടെ നിലപാട്, അത് സുപ്രീം കോടതിയിൽ ഞങ്ങൾ തിരുത്തി നൽകാൻ പോവുകയാണ്. മുൻപും തിരുത്തിയിട്ടുള്ളതാണല്ലോ. അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ നിലപാടായിരുന്നില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്, പിന്നീട് വന്ന പിണറായി വിജയൻ സർക്കാരിനും മറിച്ചൊരു നിലപാടായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കാലാകാലങ്ങളിൽ നിലപാടുകൾ മാറ്റിയിട്ടുള്ളതാണ് സംസ്ഥാന സർക്കാരുകൾ മാറുന്നതിനനുസരിച്ച്. അപ്പോൾ എന്താണ് നിലപാട് എന്ന് ഇപ്പോഴും നിങ്ങൾക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറയാൻ പറ്റുന്നില്ല. ഈ മറച്ചു വെച്ചുകൊണ്ടുള്ള നിലപാടാണ് വരുന്നത്. ശ്രീ ജിതിൻ ദേവ്, സുവർണാവസ്ഥരമാക്കി മാറ്റിയെടുത്തത് നിങ്ങളാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ എന്തായാലും ഇപ്പോൾ ആ നിലപാടിലല്ല, യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അത് നിങ്ങൾക്കൊരു തിരിച്ചടിയാകുന്നുണ്ടോ എന്നുള്ളതാണ്. ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള തിരിച്ചടിയും ഇക്കാര്യത്തിൽ ഇല്ല മഞ്ജുഷ്. കാരണം ഞങ്ങള് സ്ത്രീ പുരുഷ സമത്വത്തിനൊക്കെ അനുകൂലമായിട്ടുള്ളതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി വിശ്വാസത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ്. അതുകൊണ്ടാണ് റജി ലൂക്കോസ് ഇവിടെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യത്തിനത് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ്, ഞങ്ങളുടെ നിലപാട് തിരുത്തി ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ തയ്യാറായത്. പക്ഷെ നിങ്ങളല്ലേ ശ്രീ റജി ലൂക്കോസ് ഇരുട്ടിന്റെ മറവിൽ പോലീസിന്റെ സഹായത്തോടെ ഇവിടെ ആക്ടിവിസ്റ്റുകളെ ബിന്ദു അമ്മടിയെയും ശ്രീമതി കനകദുർഗയൊക്കെ വിളിച്ച് അവിടെ കയറ്റിയത്? നിങ്ങളല്ലേ അവർക്ക് സംരക്ഷണം കൊടുത്തത്? നിങ്ങളല്ലേ അവിടെ ഇരുമുടിക്കെട്ടി അഴിച്ച് പമ്പയില് ഇരുമുടിക്കെട്ട് അഴിച്ചിട്ട് പരിശോധന നടത്തി മുകളിലേക്ക് അയ്യപ്പന്മാരെ കയറ്റിവിട്ടത്? നിങ്ങളല്ലേ ആയിരക്കണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അയ്യപ്പ ഭക്തർക്കെതിരെ കേസെടുത്തത്? എത്രയോ വീടുകൾ ചവിട്ടിപ്പൊളിച്ചു കയറി ചെറുപ്പക്കാരെ നിങ്ങൾ പിടിച്ചുകൊണ്ടുപോയി. ഇന്ന് ഒരു പാസ്പോർട്ട് എടുക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ കേസ് പറഞ്ഞ് കോടതി വരാന്ത കയറി നടക്കുന്ന എത്രയോ വിശ്വാസികളുണ്ട് ഈ കേരള സമൂഹത്തിൽ. നിങ്ങൾ എത്ര പ്രാവശ്യം യുവതീ പ്രവേശനം നടന്നതിന് ശേഷം നിങ്ങളുടെ നേതാവ് സ്വരാജ് അല്ലേ പ്രസംഗിച്ചത് അയ്യപ്പന്റെ ബ്രഹ്മചാരിത്വം നഷ്ടപ്പെട്ടുവെന്ന്? ശ്രീമതി ടീച്ചർ അല്ലേ പറഞ്ഞത് സ്ത്രീകള് കുളിച്ച് ഈറനായിട്ട് അമ്പലത്തിൽ പോകുന്നത് വേറെന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന്? അപ്പൊ ഇതൊക്കെ തിരുത്തി പറയാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾക്ക് പരസ്യമായിട്ട് പറഞ്ഞുകൂടെ? നിങ്ങളുടെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറഞ്ഞു എന്നാണല്ലോ നിങ്ങൾ അവകാശപ്പെടുന്നത് ശ്രീ റജി ലൂക്കോസ്. എന്തുകൊണ്ട് കേരളത്തിലെ സ്ത്രീ വിശ്വാസ സമൂഹത്തെ മൊത്തം വെല്ലുവിളിച്ചുകൊണ്ട് സ്വാമി അയ്യപ്പ സന്നിധിയിലേക്ക് സ്ത്രീകളെ പോലീസിന്റെ സഹായത്തിൽ ഇരുട്ടിൽ കയറ്റിക്കൊണ്ടുപോയത് തെറ്റായി പോയി? ഞങ്ങൾ തെറ്റ് ചെയ്തു, ഹരിഹരസുര അയ്യനയ്യപ്പ സ്വാമിയെ ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് പറയാൻ ഉള്ള ഒരു തന്റെ ഇടം എന്തുകൊണ്ട് ശ്രീ പിണറായി വിജയൻ കാണിക്കുന്നില്ല? എന്തുകൊണ്ട് ഇപ്പം അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന MV ഗോവിന്ദന് അതിനെ തള്ളിപ്പറയാൻ സാധിക്കുന്നില്ല? അപ്പോ ഈ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഓർഡർ ഉണ്ടായപ്പോ ചാടിപ്പിടിച്ച് ഇതാ കിടക്കുന്നു, അവസരം കിട്ടി എന്ന്, സുവർണാവസരം കിട്ടി, ഇപ്പൊ ഞാൻ നവോത്ഥാന നായകനായി മാറാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ വിശ്വാസ സമൂഹത്തെ മുഴുവൻ തെരുവിലേക്ക് ഇറക്കിവിട്ട് കള്ളക്കേസെടുത്ത് ഇങ്ങനെ വിശ്വാസ സമൂഹത്തെ മൊത്തം വഞ്ചിച്ച നിങ്ങളാണ്. ഇപ്പൊ നിങ്ങളാണ് രാഷ്ട്രീയം കളിക്കുന്നത്. വോട്ട് ബാങ്ക് 2019 മുതൽ ഇങ്ങോട്ട് മണ്ഡല മകരവിളക്ക് സമയത്ത് ഒരു പ്രശ്നവും ഉണ്ടായില്ല ശബരിമലയിൽ. അപ്പോൾ ആരെയും യുവതികളെ കയറ്റുവാനായിട്ട് സംസ്ഥാന സർക്കാർ ശ്രമിച്ചില്ല. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായല്ലോ. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കഴിഞ്ഞ 6 വർഷമായിട്ട് അത് തന്നെയാണ് ശ്രീ ജിതിൻ ദേവ്. അതിൽ മാറ്റമില്ല. സുപ്രീം കോടതിയിലാണ് മറിച്ചൊരു നിലപാടുണ്ടായിരുന്നത്. എവിടെയാണ് മഞ്ജുഷി ഈ നിലപാട് ഇവര് തിരുത്താൻ തയ്യാറായത്? ഇവർക്ക് തിരിച്ചടികൾ കിട്ടി തുടങ്ങിയ സമയത്ത് ശബരിമലയിൽ ഈ ആക്ടിവിസ്റ്റുകളെ കയറ്റിയതിനു ശേഷം വിശ്വാസ സമൂഹം മുഴുവൻ ഇവർക്കെതിരായി ചിന്തിച്ചു തുടങ്ങിയെന്നുള്ള ബോധം ഇവർക്ക് വന്ന സമയത്ത്, ആ ബോധ്യമുണ്ടായ സമയത്ത് ഇവർ നിലപാട് തിരുത്താൻ തയ്യാറായി. ഇവർക്ക് മനസ്സിലായി. കാരണം ഇവർക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വിഭാഗങ്ങൾ ഇവർക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ വോട്ട് ബാങ്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ആകെപ്പാടെ ഉള്ളത് കേരളത്തിൽ മാത്രമാണ്. ഈ കേരളം എന്ന് പറയുന്ന കച്ചിത്തിരുമ്പും കൂടെ കയ്യിൽ നിന്ന് പോകുന്ന സാഹചര്യമാണെന്ന് പിണറായി വിജയൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് അയ്യപ്പ സംഘടന. ഞാൻ റജി ലൂക്കോസിനോട് 2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ആരാണ് ഈ 3000 ഡെലിഗേറ്റ്സ്? നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പ്രശാന്ത് വന്നിരുന്ന് വാർത്താ സമ്മേളനം നടത്തി പറയുന്നുണ്ടല്ലോ 800 പേര് തമിഴ്നാട്ടിൽ നിന്ന്, 500 പേര് വിടുന്ന, 600 പേര് വിടുന്നൊക്കെ. ആരാണ് സാർ ഈ 3000 ഡെലിഗേറ്റ്സ്? ആരാണ്?
എന്ത് കാറ്റഗറിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ഡെലിഗേറ്റ്സിനെ തീരുമാനിച്ചത്? എന്തിനാണ് നിങ്ങൾ പമ്പയെ പോലുള്ള ഒരു പരിശുദ്ധമായിട്ടുള്ള സ്ഥലത്തിനെ ഈ പറഞ്ഞ നിങ്ങളുടെ രാഷ്ട്രീയ ഗിമിക്സ് കാണിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത്? എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാർ നിങ്ങൾ 3 കോടി കൊടുത്താൽ 3 ദിവസം കുളിച്ചു തൊഴാം, 1 കോടി കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം നിൽക്കാം, 50 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞിട്ട് ആരാണ് ഈ പ്രിവിലേജ് വാസ്? മണി ചെയിൻ പരിപാടിയോ? പ്രിവിലേജ് വാസും ക്ലബ് മെമ്പർഷിപ്പും കൊടുക്കാൻ വേണ്ടിയിട്ട് ശബരിമലയിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ മഞ്ജുഷ് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ 3 കോടി കൊടുത്താൽ 3 ദിവസം കുളിച്ചാൽ? ആരാണ് സാർ പറഞ്ഞത്? രാഹുൽ ഈശ്വറോടെ ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ആചാരങ്ങളുണ്ടോ? 3 ദിവസം കുളിച്ചു തൊഴേണ്ട തരത്തിലുള്ള ഏതെങ്കിലും ആചാരങ്ങൾ ശബരിമലയിലുണ്ടോ? അപ്പോ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത് CPM ആണ്. ഞങ്ങൾ നിങ്ങളെ ഈ പരിപാടി ഈ പറഞ്ഞ തട്ടിപ്പ് ഞങ്ങൾ സ്വാഗതം ചെയ്യുക. കാരണം ജനങ്ങൾ ഇതൊക്കെ വീണ്ടും ചർച്ച ചെയ്യട്ടെ, വിശ്വാസികൾ ചർച്ച ചെയ്യട്ടെ. ജിതിൻ, പക്ഷെ നിങ്ങളുടെ ആ നിലപാടിലേക്ക് നിങ്ങളും BJPയും നിലപാട് തിരുത്തിയതാണല്ലോ ഈ വിഷയത്തിൽ. അത് വിശ്വാസികളുടെ സന്ദേഹം കണ്ടറിഞ്ഞ് തന്നെ നിങ്ങൾ തിരുത്തി. CPM-ഉം തിരുത്തി കൂടാ എന്നില്ലല്ലോ. അങ്ങനെ CPM-ഉം തിരുത്തുന്നു. എനിക്കൊറ്റ ഇതേ ഉള്ളൂ, അത് തുറന്നു പറയാൻ CPM തയ്യാറാവുന്നില്ല എന്നതിൽ മാത്രമേ ഞാൻ ചോദ്യം ഉന്നയിക്കുന്നുള്ളൂ. മനുഷ്യ 3 കാര്യങ്ങൾ പരസ്യമായിട്ട് ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ റിവ്യൂ പെറ്റീഷന് വേണ്ടിയിട്ട് ഞങ്ങൾ നിയമവിദഗ്ധരുമായിട്ട് കൂടിയാലോചനയ്ക്കാണ്. ഇവിടെ പിന്നെ സ്ത്രീകളെ പ്രവേശിപ്പിക്കാനുള്ള സഹായവും എല്ലാം ചെയ്തു കൊടുത്തത് ഈ പറഞ്ഞത് കേരള ഗവൺമെന്റിന്റെ പോലീസല്ലേ? ഒരു DGP ADGP ശ്രീ ശ്രീജിത്ത് അവിടെ പോയി കണ്ണീരോടെ തൊഴുത് നമ്മൾ കണ്ടതല്ലേ? എന്തുകൊണ്ട് സ്ത്രീകളെ ആക്ടിവിസ്റ്റുകളെ കയറ്റിയ ഇവർ തിരുത്തി പറയാൻ തയ്യാറാകുന്നില്ല? ശ്രീ പിണറായി വിജയൻ പറയട്ടെ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം, അപരാധമാണ് ഞങ്ങൾ ചെയ്തത്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അപരാധമാണ് ഞങ്ങൾ ചെയ്തത്. ഇവർ തിരുത്താൻ തയ്യാറാവട്ടെ. പരസ്യമായിട്ട് വിശ്വാസ സമൂഹത്തിന് മാപ്പ് പറയട്ടെ. BJPയുടെ ഒന്നും മാപ്പ് പറയണ്ട, പരസ്യമായിട്ട് വിശ്വാസ സമൂഹത്തിന് മാപ്പ് പറയട്ടെ. 1. 2, ഈ 3000 ഡെലിഗേറ്റ്സ് ആരാണ്? ഈ 3000 ഡെലിഗേറ്റ്സ് അവരെ എങ്ങനെ തെരഞ്ഞെടുത്തു? ഏത് കാറ്റഗറി അടിസ്ഥാനത്തിലാണ്? 3-ാമത്തെ കാര്യം, എന്തിനാണ് ഈ ക്ലബ് മെമ്പർഷിപ്പ്? അപ്പൊ ഇവര് ലോക കേരള സഭ എന്നൊക്കെ പറഞ്ഞ് കുറെ തട്ടിപ്പ് നടത്തി ഇവിടെ ഒന്നും ആരും വരുന്നില്ല. എന്നാ പിന്നെ അയ്യപ്പനെ കൂട്ടുപിടിച്ചേക്കാം, അയ്യപ്പന്റെ പേരിൽ എന്തെങ്കിലും കാശ് ഒപ്പിക്കാം, ഒപ്പം കിട്ടുമെങ്കിൽ കുറച്ച് വിശ്വാസികളെ വോട്ടും വാങ്ങാം. ഇതാണ് ഇവരുടെ ഉദ്ദേശം. അല്ലാതെ ഇവർക്ക് ഇതിനകത്ത് എന്നാണ് CPM വിശ്വാസത്തെ അനുകൂലിച്ച് സംസാരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരുടെ തത്വശാസ്ത്രത്തെ മുഴുവൻ ഇവർ തെള്ളി പറയുമോ? കാറൽ മാർക്സിനെ തെള്ളി പറയുമോ? ഇവർക്ക് ഇതൊന്നും സാധിക്കില്ല. ഇവര് എല്ലായിടത്തും വോട്ട് ബാങ്ക് രാഷ്ട്രീയം. എങ്ങനെയാണോ ഇത്രയും കാലം ന്യൂനപക്ഷങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നത്, അതേപോലെ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തെയും ഭൂരിപക്ഷ വിശ്വാസികളെയും വഞ്ചിക്കാൻ ഇറങ്ങുകയാണ്. റജി ലൂക്കോസ് ചോദിക്കുന്ന കേട്ടു, മുസ്ലിം ലീഗ് പിന്തുണച്ചില്ലേ എന്ന്. മുസ്ലിം ലീഗ് ആണോ തീരുമാനിക്കുന്നത് കേരളത്തിലെ വിശ്വാസികളെ സംബന്ധിച്ച്? ഒരു പാർട്ടിയുടെ പേരിൽ പോലും മതം പേറുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പറഞ്ഞാൽ എന്താണ് കേരളത്തിലെ വിശ്വാസ സമൂഹം മൊത്തം അംഗീകരിക്കണമെന്നുണ്ടോ? നിങ്ങൾ എന്തെല്ലാം ദ്രോഹങ്ങൾ ഈ വിശ്വാസ സമൂഹത്തിനേരെ ചെയ്തു? ഈ BJPയുടെ അന്നത്തെ കഴിഞ്ഞ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെ നിങ്ങൾ എവിടെയെല്ലാം കൊണ്ടു നടന്നു? ശ്രീ റജി ലൂക്കോസ്, കോഴിക്കോട് തിരുവനന്തപുരം സുവർണാവസരം എന്ന് പറഞ്ഞതും ഒരു BJP നേതാവ് തന്നെയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾക്ക് സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന കേസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും അറിയാവുന്നയാളാണല്ലോ. ഇതിലിപ്പോൾ ഈ സത്യവാങ്മൂലം തിരുത്തുക എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമായ ഒരു കാര്യമാണ്? ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതിൽ നിന്ന് ഇത് തന്നെയല്ലേ നമുക്ക് അനുമാനിക്കാവുന്നത്? ഈ ഒരു വിഷയം മാത്രമല്ലേ ഉള്ളൂ, ഈ സ്ത്രീ പ്രവേശന വിഷയത്തിൽ നിലപാട് തിരുത്താൻ പോകുന്നു, അതിന് നിയമോപദേശം തേടിയിരിക്കുന്നു എന്ന്. ഇപ്പോൾ ഇതൊരു സാങ്കേതികവും നിയമപരമായ തടസ്സമുണ്ടെങ്കിൽ പോലും ആ ഒരു സന്ദേശം നൽകുകയല്ലേ വിശ്വാസികൾക്കിടയിലേക്ക്? ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, അവിടെ യുവതികൾക്ക് പ്രവേശനം നൽകില്ല, അതാണ് ഞങ്ങളുടെ നിലപാട് എന്ന്. ശ്രീ മഞ്ജുഷ്, 3 കാര്യങ്ങൾ. 1, ശ്രീധരൻപിള്ള സാറ് സുവർണാവസരം എന്ന് പറഞ്ഞത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അദ്ദേഹം മറ്റൊരു കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്. BJPയിലുള്ളതിലും നമ്മുടെ നാട്ടിലുള്ളതിലും ഏറ്റവും മതസൗഹാർദ്ദവാദിയായ, എല്ലാരെയും ഒരുമിച്ച് നിർത്തുന്ന ഏറ്റവും പക്വതയുള്ള നേതാക്കളൊന്നാണ് ശ്രീധരൻപിള്ള സാർ. അദ്ദേഹത്തിന്റെ ഒരു വാക്കിനെ സന്ദർഭത്തിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും അടർത്തി മാറ്റി അതിനെ വക്രീകരിക്കുന്നത് ഒരുപാട് കാലമായി തുടരുന്ന ഒരു കാര്യമാണ്. അത് ശരിയല്ല, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ശരിയല്ല. 2, ശബരിമലയ്ക്ക് വേണ്ടി പോരാടിയവരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരില്ലേ? ഉദാഹരണം CPM-നെ പത്മകുമാർ സാർ, അദ്ദേഹത്തിന്റെ അത്രയും വേദന ആ സമയത്ത് എടുത്ത മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആലങ്കാരികമായിട്ടൊന്നും പറയില്ല. ആ മനുഷ്യൻ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം, റജി സാറിനൊക്കെ പോയി ചോദിക്കാം. ഈ വിധി വന്ന് അടുത്ത ദിവസം പുള്ളി ഒരു മുറിയിൽ അടച്ചിരുന്ന് വൈകിട്ടാണ് വെളിയിൽ വന്നത്. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടിയാണ് വന്നത്. ഇനിയും കോൺഗ്രസിൽ നിന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ, കുമ്മനം ചേട്ടൻ, അല്ലെങ്കിൽ കാവ്യ ധരിക്കാത്ത സന്യാസി എന്ന് ഒരുപക്ഷെ എല്ലാവരും അംഗീകരിക്കുന്ന ശ്രീ ഉമിൽ രാജശേഖരനെ പോലൊരു വ്യക്തി, ശ്രീ സുരേഷ് ഗോപി, അല്ലെങ്കിൽ ഒരുപാട് പേർ, പെട്ടെന്ന് 3 പാർട്ടിയിലെ ആളെ പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാ പാർട്ടിക്കാരും ആ അവസരത്തിൽ ആദ്യം ഒന്ന് പകച്ചു നിന്നെങ്കിലും പിന്നീട് സപ്പോർട്ടീവായിട്ട് വന്നു. മുസ്ലിം ലീഗ് അടക്കം അവരുടെ ഹരിത പതാകയുമായി നമ്മുടെ നിരത്തിലേക്ക് ഇറങ്ങി, റോഡിലേക്ക് ഇറങ്ങി ശബരിമല വിശ്വാസത്തിനും സേവ് ശബരിമലയ്ക്ക് സപ്പോർട്ടൊക്കെ പ്രഖ്യാപിച്ചതാണ്. ഈ വിഷയത്തിൽ നമ്മൾ കാണേണ്ട കാര്യം എന്താ? ഇപ്പൊ NSS SNDPയും പോകാൻ തീരുമാനിച്ചു. വലിയൊരു ശതമാനം ഹൈന്ദവ സമൂഹങ്ങളെ അവർ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. സംഗീത് കുമാർ സാറ്
ആദ്യം കുറച്ച് കൂടുതൽ സപ്പോർട്ട് ചെയ്തു, കണ്ടീഷണൽ സപ്പോർട്ട് സുകുമാരൻ നായർ സാർ വെച്ചു. പക്ഷേ ഇതില് ഈ ഹിന്ദു പ്രസ്ഥാനങ്ങളിലെ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെ, BJP, RSSനെ ഇവരെയൊക്കെ അകറ്റി നിർത്തുന്ന ഒരു സമീപനം എടുക്കരുത്. സോ കോൾഡ് ഇൻ കോട്സ് വർഗീയവാദികളെ എന്താ വിളിക്കില്ലാതൊക്കെ പറയുന്നത്. നമ്മളൊരു താങ്കൾ അയ്യപ്പ സംഗമത്തിലേക്കായിരുന്നു വരുന്നത്. ഞാൻ ഈ നിലപാട് മാറ്റത്തെ കുറിച്ചാണ്. നിലപാട് മാറ്റുന്നു എന്ന് സംസ്ഥാന സർക്കാർ ഈ സന്ദേശം ഇപ്പോൾ നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? അത് നിയമപരമായും സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? ഇപ്പോൾ സുപ്രീം കോടതിയിൽ അങ്ങനെ ഒരു നിലപാട് മാറ്റി നൽകാൻ ഇപ്പോൾ കഴിയുമോ? ആ കേസിന്റെ സ്റ്റാറ്റസ് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. സത്യസന്ധമായി പറയാം. അല്ല, ഞാൻ സത്യസന്ധമായി സർക്കാരിന്റെ ഈ ഉദ്യമത്തെ സപ്പോർട്ട് ചെയ്യുകയും നല്ലതാണെന്ന് പറയുന്ന വ്യക്തിയാണ്. പക്ഷേ ഇനി സുപ്രീം കോടതിയിൽ നിലപാട് മാറ്റാനൊന്നും പറ്റില്ല. അത് പിന്നെ നമുക്കൊരു ഭംഗിക്ക് വേണ്ടി നിലപാട് മാറ്റാം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലത്തിൽ നിലപാട് മാറ്റുന്നു എന്ന് പറയാം. അതിന് പ്രശ്നമൊന്നുമില്ല. രാഹുൽ, എന്താണ് തടസ്സം? താങ്കൾ റിവ്യൂ ഹർജിയായിട്ട് പോയിട്ടുള്ള ആളാണല്ലോ അല്ലെ താങ്കൾ? അതെ, അതുകൊണ്ടാ പറയണേ. ശരിക്കും സത്യസന്ധമായിട്ട് പറയാം. അതായത് ശബരിമല ഈ വിഷയത്തിൽ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ അഫിഡവിറ്റ് ആംബിവാലന്റ് ആണ്. എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും അവിടെ ഇവിടെയും തൊടാത്ത രീതിയിലാണ് നിലപാടെടുത്തിരിക്കുന്നത്. എന്നിട്ട് അന്ന് ശ്രീ പിണറായി വിജയൻ സഖാവ് ചെയ്തത് നമ്മുടെ ദേവസ്വം ബോർഡിലെ പത്മകുമാർ സാറിനെ മറികടന്ന് അവിടെ വാസു സാറിനെ അയക്കുകയും അഫിഡവിറ്റിൽ പറയാത്ത കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ വാദിപ്പിക്കുകയൊക്കെ ചെയ്തതാണ്. അതായത് അന്ന് ശ്രീ സഖാവ് പിണറായി വിജയൻ അവർ വിചാരിച്ചത് ഈ വിഷയം ഇങ്ങനെ കുറെ വർഗീയവാദികൾ പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷെ ആത്യന്തികമായി പുരോഗമനവാദം ജയിക്കും, അങ്ങനെ എന്റെ നിലപാടിന്റെ ശക്തി കാരണം ഇതെല്ലാം മാറ്റി തുടങ്ങിയ ധാരണകളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇന്ന് അദ്ദേഹത്തിന് അഭിപ്രായമൊക്കെ മാറിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മാറ്റുന്നു എന്ന് പറയുന്നതിനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. ഇപ്പം BJPക്കോ കോൺഗ്രസിനോ CPM-നോ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയപരമായി വ്യത്യാസം പറ്റുന്നില്ല എന്ന് താങ്കൾ പറയുന്നു. സത്യവാങ്മൂലം മാറ്റാൻ പറ്റുന്നില്ലെന്നുള്ളതല്ല. ഇനി അത് മാറ്റുന്നതിന്റെ ആവശ്യം എന്താ? ഇനി അത് മാറ്റുന്നതിന്റെ അല്ല, അങ്ങനെ മാറ്റുന്നു എന്ന് പറയുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഇപ്പൊ സുപ്രീം കോടതി കേസൊന്നും ഇല്ലല്ലോ. എന്തായാലും സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിൽ റിവ്യൂ ഹർജികളും അതോടൊപ്പം തന്നെ റിവ്യൂ ഹർജികൾ നിരവധി റിവ്യൂ ഹർജികളും അതോടൊപ്പം തന്നെ ഉപഹർജികളും ഒക്കെ ഉള്ളതല്ലേ? എല്ലാം ഒറ്റ ബെഞ്ചിന് മുൻപാകെ പോയിട്ടുണ്ടല്ലോ. ഞാൻ ഫാക്ച്വൽ പൊസിഷൻ പറയാം. 6 or 7 മതങ്ങളിലെ ആചാരങ്ങൾ ഒരുമിച്ച് ക്ലബ് ചെയ്ത് ഇതിലൊക്കെ ഇടപെടാൻ പറ്റുമോ ഇല്ലയോ എന്ന ചോദ്യാവലി തയ്യാറാക്കിയാണ് സുപ്രീം കോടതി നിൽക്കുന്നത്. സുപ്രീം കോടതിയുടെ വെളിയിൽ പോയി സംസാരിക്കുന്നവർക്ക് പോലും അറിയാം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. മഹത്തരമായ ബഹുജന പ്രക്ഷോഭം കണ്ട്, ഭക്തരുടെ പ്രക്ഷോഭം കണ്ട് സുപ്രീം കോടതി അടക്കം ഞങ്ങളുടെ വികാരങ്ങളെ ഉൾക്കൊണ്ട് അവരുടെ വിശാല മനസ്കത കാരണം അവർ നൽകിയ വിധി തിരിച്ചെടുക്കുകയാണ് ഉണ്ടായത്. നമ്മൾ ഇനി അല്ലാതെ ഞാൻ മാറ്റി പറയണു. ഇതാണ് അതിന്റെ സത്യം. ഇതിന്റെ അറിയേണ്ട ഒരു കാര്യം, നരിമാൻ എന്ന് പറയുന്ന ജഡ്ജി മറ്റൊരു കേസിൽ ചൂടാവുന്ന വരെയുണ്ട്. എന്തുകൊണ്ട് ഞങ്ങളുടെ വിധിന്യായം നിങ്ങൾ നടപ്പാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. സുപ്രീം കോടതിക്ക് തങ്ങളുടെ വിധിന്യായം തെറ്റിപ്പോയി എന്ന തിരിച്ചറിവ് ബാക്കി ആരെ കാട്ടിയുണ്ട്. പക്ഷെ നമ്മളത് അത്ര പച്ചയ്ക്ക് പറയണ്ട. രാഹുലെ, അതിലൊരു വിധി പറയാതിരിക്കില്ലല്ലോ. ഇപ്പോൾ 6 വർഷമായിട്ട് സുപ്രീം കോടതിയിലാണ്. പക്ഷെ ഒരു അന്തിമ വിധി ഉണ്ടാവുമല്ലോ. ഞാൻ മഞ്ജുഷ ഒറ്റ വരിയില്ല. ഞാൻ ഒന്ന് സത്യം പറയാം, 2 കുറച്ചുകൂടെ ഭംഗിവൽക്കരിച്ച് പറയാം. സത്യം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഇനി ഒരിക്കലും ശബരിമല കേസ് തൊടൂല. ഇനി ഭംഗിവൽക്കരിച്ച് പറയാം. സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി ഇനിയും ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ വലിയ ബെഞ്ച് വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കുകയും അപ്പോൾ ഈ പോരാട്ടം തുടരുകയും ചെയ്യാം. ഈ ഭംഗിവൽക്കരിച്ച് പറയണമെങ്കിൽ പറയാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ സത്യസന്ധമായ കാര്യം സുപ്രീം കോടതി അല്ല പഴയ കാര്യങ്ങൾ റെഫർ ചെയ്യുമ്പോൾ താങ്കൾക്കും അറിയാം, താങ്കൾ നേരിട്ട് ഇടപെട്ട ആളെന്ന രീതിയിൽ, ഹർജികളിൽ തന്നെ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ആളെന്ന നിലയിൽ സുപ്രീം കോടതി ഒരു തവണ ചോദിച്ചിരുന്നു. ഒരു ഭരണ നിർവഹണത്തിന് പോലും ഒരു സമിതിയെ, അതിന്റെ ഒരു ഡ്രാഫ്റ്റ് സംസ്ഥാന സർക്കാർ കൊടുത്തപ്പോൾ അതിൽ 3 വനിതകളെ ഉൾപ്പെടുത്തിയപ്പോൾ സുപ്രീം കോടതി ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. ഇനിയെങ്ങാനും സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധി യുവതീ പ്രവേശനത്തിന് എതിരാണെങ്കിൽ, അതായത് പഴയ വിധി ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ശബരിമല സന്നിധാനത്ത് പ്രവേശിക്കാം എന്ന വിധി ആയിരിക്കില്ല പുതിയ വിധിയിൽ വരുന്നത് എങ്കിൽ പിന്നെ സർക്കാർ കൊടുക്കുന്ന ഈ ഭരണനിർവഹണ സമിതി എന്ന ഡ്രാഫ്റ്റിന് എന്ത് പ്രസക്തി എന്ന് പോലും സുപ്രീം കോടതി ചോദിച്ചു. അതിൽ 3 വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഡ്രാഫ്റ്റിന് എന്ത് പ്രസക്തി എന്ന് പോലും ചോദിച്ചു. അഡ്വക്കേറ്റ് ജയദീപ് ഗുപ്ത അതിന് മറുപടി നൽകണമെന്നും അന്ന് കോടതി പറഞ്ഞതാണ്. അതിന്റെ ബാക്കി കാര്യങ്ങൾ എനിക്കറിയില്ല. അപ്പോൾ സുപ്രീം കോടതി അപ്പോൾ അത് പരിഗണിക്കുന്നുണ്ട് എന്ന് തന്നെയാണല്ലോ. അങ്ങനെ എടുത്തോളൂ. അപ്പൊ അങ്ങനെ അല്ല, പക്ഷെ അങ്ങനെ എടുത്തോളൂ, കുഴപ്പമില്ല. നമ്മൾ സുപ്രീം കോടതിയെ കുറിച്ച് പറയുമ്പോൾ ചില മാന്യതകൾ വെക്കണം, അതുകൊണ്ട് അങ്ങ് എടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ഇത് സത്യസന്ധമായ കാര്യം പറയട്ടെ, CPM എന്ന് പറയുന്ന വലിയ ബഹുജന പ്രസ്ഥാനം നിലപാട് മാറ്റുന്നതിനെ നമ്മളെല്ലാം സ്വാഗതം ചെയ്യല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ ദേവസ്വം ബോർഡ് അവരുടെ നിലപാട് മാറ്റി എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് സ്വാഗതം ചെയ്യാനല്ലേ പറ്റൂ. കക്ഷി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് അതിനെ എതിർക്കാം, അവരുടെ കുറ്റം പറയാം. നാളെ ദേവസ്വം ബോർഡ് തങ്ങളുടെ സത്യവാങ്മൂലം തിരുത്തു എന്ന് പറഞ്ഞാൽ NSS-നോ SNDP-ക്കോ KPMS-നോ യോഗക്ഷേമ സഭയ്ക്കോ വേണ്ടെന്ന് പറയാൻ പറ്റൂ? ഒരു സാധാരണ വിശ്വാസിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? നല്ല കാര്യമാണ് സാർ. KPMS ആ വിഷയത്തിൽ നവോത്ഥാന സമിതിക്കൊപ്പമാണ്, സാമൂഹ്യ പരിഷ്കരണത്തിന് അനുകൂലമാണ്. അത് വെള്ളാപ്പള്ളി സാർ വാദിയായിരുന്നല്ലോ.
വെള്ളാപ്പള്ളി സാറും ആദ്യം ആയിരുന്നല്ലോ. പക്ഷെ പിന്നീട് രാത്രിയുടെ മറവിൽ യുവതികളെ കയറ്റിയപ്പോ പ്രീതി നടേശൻ മാഡം ഞങ്ങളെ പറ്റിച്ചു വഞ്ചിച്ചു എന്ന് വരെ പറഞ്ഞു. അതായത് രാത്രിയുടെ മറവിൽ ആരുമില്ലാത്ത സമയത്ത് കോട്ടയത്തെ ഒരു പ്രത്യേക പോലീസുകാരന്റെ സഹായത്തോടെ ബിന്ദുഅമ്മിണിയെയും കനകദുർഗയും ആണുങ്ങളാണെന്നും ഇവർ മറ്റേ ട്രാൻസ്ജെൻഡർ രീതിയിലാണ് വരുന്നതെന്നും പറഞ്ഞ് പറ്റിച്ച് കയറ്റിയപ്പോൾ ആൾക്കാർക്കെല്ലാം നൊന്ത് എന്താ അറിയാമോ? ആശയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാം, പക്ഷെ അപ്പോൾ അത് പഴയ കാര്യമാണ്. ഇനി ആരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമം വരുത്തണ്ട. പോസിറ്റീവായി അതായത് എം വി ഗോവിന്ദൻ പറഞ്ഞ പോലെ കഴിഞ്ഞ അധ്യായമാണ്, അതിലേക്ക് പോകേണ്ടതില്ല. പക്ഷേ ബി.ജെ.പി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ അധ്യായമല്ല എന്ന്. അപ്പോൾ ബി.ജെ.പിക്കും കോൺഗ്രസിനും നിലപാട് പറയാം, സാധാരണ ഭക്തർക്ക് അത് പറയാൻ പറ്റൂ. ഇപ്പൊ NSS എന്തുകൊണ്ടാണ് അത് പറയാത്തത്? NSS പോലും ഗാർഡ് ചെയ്ത് പറയുന്നത്, അല്ലെങ്കിൽ SNDP പറയുന്നത് സർക്കാർ നിലപാട് മാറ്റുമ്പോൾ വേണ്ടെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ശ്രീ എം എസ് വേണുഗോപാൽ, അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുവാൻ NSS-ഉം SNDP-യും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം സർക്കാരിൽ നിന്ന് ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ഉറപ്പ് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് അല്ലെങ്കിൽ വിശ്വാസികളുടെ മുന്നിലേക്ക് വരണം. അതിനുവേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണം. അതായത് ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് നിയമോപദേശം ഞങ്ങൾ തേടിയിരിക്കുകയാണ്. അത്രയല്ലേ ഇന്നലെ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇതിപ്പോൾ ഉടനെ പോയി സുപ്രീം കോടതിയിൽ പോയി ഈ സത്യവാങ്മൂലം മാറ്റാനൊന്നും പോകുന്നില്ല. ഇല്ല, ഉടനെ സുപ്രീം കോടതിയിൽ പോയി മാറ്റാൻ സാധ്യവുമല്ല, അതിന് പോകുന്നുമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ രാഷ്ട്രീയ ജ്യോത്സ്യന്മാരായാലും കവടി നിരത്തുന്ന ജ്യോത്സ്യന്മാരായാലും ഒക്കെ പറയുന്നത് ശ്രീ അയ്യപ്പൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ദൈവമാണ്. അത് കേരളത്തിലെ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ ആരാധകർക്കും അങ്ങനെയാണ്. അദ്ദേഹത്തോട് കളിച്ച ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതൊരു വിശ്വാസമോ അന്ധവിശ്വാസമോ അമിത വിശ്വാസമോ എന്തോ ആവട്ടെ, അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പറയുന്നത് കെ കരുണാകരൻ എന്ന അതികായൻ്റെ കഥ തന്നെയാണ്. 1967 മുതൽ 1995 വരെ ഏതാണ്ട് 30 വർഷത്തിനടുപ്പിച്ച് 28 വർഷം കൃത്യമായി UDF-ൻ്റെ നിയമസഭാ കക്ഷി നേതാവ്, പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് ഈ കേരളം ഭരിച്ച് നടന്ന, കോൺഗ്രസിനെ ഉള്ളം കയ്യിൽ കൊണ്ട് നടന്ന നേതാവാണ് കെ കരുണാകരൻ. 1983 നിലയ്ക്കൽ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ അവിടെ നിലയ്ക്കൽ അയ്യപ്പൻ്റെ പൂങ്കാവനത്തിൽ കുരിശ് വയ്ക്കുന്നതിന് അദ്ദേഹം അനുകൂലിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം. എന്തായാലും പ്രക്ഷോഭം രൂക്ഷമായി. അദ്ദേഹം അവിടെ നിന്ന് പിന്നെ 8 കിലോമീറ്റർ മാറ്റി ആണ് പിന്നെ പള്ളി സ്ഥാപിക്കുന്നതിനുമൊക്കെ അനുമതി കൊടുത്തത്, വലിയ പ്രക്ഷോഭമൊക്കെ വന്നതിന് ശേഷം. പക്ഷേ അതിനുശേഷം 1986 അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ പോയതിന് ശേഷം അദ്ദേഹത്തിന് പിന്നെ രാഷ്ട്രീയ ഭാവി എന്നൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പൊതുവെ എല്ലാ കണക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലായി. 91 വീണ്ടും അദ്ദേഹം അധികാരത്തിൽ വന്നു. 91-92 തന്നെ അദ്ദേഹത്തിന് പാം ഓയിൽ എന്ന് പറഞ്ഞ ഒരു അഴിമതി കേസ്, 15,000 ടൺ പാം ഓയിൽ ഇറക്കുമതി ചെയ്തു. അത് വളരെ അത്യാവശ്യമുള്ള കാര്യമായിരുന്നു നാട്ടിന്. പക്ഷേ അത് ഇറക്കുമതി ചെയ്തെന്ന് പറഞ്ഞൊരു അഴിമതി കേസ് അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നു. അദ്ദേഹത്തിൻ്റെ മരണം വരെ 2010 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത് വരെ ആ സാധനം നിന്നു. പക്ഷേ 2013 സുപ്രീം കോടതി പറഞ്ഞതിനകത്ത് ഒരു കഥയും ഇല്ല എന്ന് പറഞ്ഞെടുത്ത് വെളിയിൽ കളയുകയും ചെയ്തു. അതൊരു പതനം. 1992 അദ്ദേഹത്തിന് പിന്നെ ഒരു കാർ ആക്സിഡൻറ്റ് വന്ന് നടുവൊടിഞ്ഞ് അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിലായി. 2 വർഷം USA-യിൽ ഉൾപ്പെടെ പോയി ചികിത്സയും കാര്യങ്ങളുമായിട്ട് 92. 93 അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ആവശ്യമുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയുടെ മരണമാണ് 93 ഉണ്ടായത്. 94 ചാരക്കേസ് വരികയും 95 അദ്ദേഹം വീണ്ടും രാജിവെക്കേണ്ടി വരികയും ചെയ്തു. ഈ രാജിവെക്കാൻ കാരണമാക്കിയതാരെന്ന് വെച്ചാൽ അദ്ദേഹം പ്രൈം മിനിസ്റ്ററാക്കിയ നരസിംഹറാവു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് താഴെ ഇറക്കിയത്. എന്തായാലും അദ്ദേഹത്തിനെ പേടിച്ചിട്ടാണെന്ന് പറയുന്നു. 95-96 അദ്ദേഹത്തിനെ പിന്നെ കേന്ദ്രമന്ത്രി ആക്കി, കേന്ദ്ര വ്യവസായ മന്ത്രിയാക്കി. ആ സമയത്ത് അദ്ദേഹത്തിന് പറ്റിയ വേറൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഡൽഹിയിലിരുന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഹൈക്കമാൻഡുമായിട്ട് തെറ്റിയത്. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരുമായിട്ട് കൂടുതൽ തെറ്റാനുണ്ടായ കാരണം അതാണെന്നാണ് പറയുന്നത്. എന്തായാലും അത് കഴിഞ്ഞു, ആ മന്ത്രിസഭ പോയി. പിന്നീടൊരു മന്ത്രിസഭ കോൺഗ്രസിൻ്റെ വന്നത് 2001 ആ 2001 അന്ന് അദ്ദേഹത്തിന് ഒരു സ്ഥാനവും കിട്ടിയില്ല. AK ആന്റണിയാണ് മന്ത്രിയായത്. കരുണാകരൻ അയ്യപ്പ കോപമായിരുന്നു എന്നാണ് അത് നല്ല രസമാണ് ഈ കാര്യം. അത് വളരെ ആൾക്കാർ വളരെ വിശദമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഖേദകരമാണെങ്കിലും അത് കേൾക്കേണ്ടതാണ്. എന്നിട്ട് 2005 അദ്ദേഹം കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF-ൻ്റെ ഒക്കെ സ്ഥാപകനായിരുന്ന, കോൺഗ്രസിൻ്റെ നട്ടെല്ലായിരുന്ന അദ്ദേഹം 2005 ഡിക്ക് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി LDF-ലേക്ക് പോയി. UDF-ൻ്റെ സ്ഥാപകൻ, UDF-നെ വളർത്തിയ ആൾ LDF-ൽ പോയി. LDF-ൽ നിന്ന് തിരിച്ച് അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി UDF-ൽ വന്നു. UDF-ൽ വന്നിട്ടും അദ്ദേഹത്തിന് അവിടെ മാന്യമായൊരു സ്ഥാനമോ മറ്റൊന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല 2010 അദ്ദേഹത്തിൻ്റെ മരണം വരെ ആ പാർട്ടിയിൽ അദ്ദേഹത്തിന് അർഹമായ പല സ്ഥാനങ്ങളും നഷ്ടപ്പെടുകയും മാന്യത പോലും നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് പൊതുവേ രാഷ്ട്രീയ ജ്യോത്സ്യന്മാർ പറയുന്ന കഥ.
ഇത് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പത്മകുമാറിൻ്റെ കാര്യത്തിൽ നമ്മളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹത്തിന് അതിനുശേഷം പാർട്ടിയിൽ ഒരു ഗുണവും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ ശ്രീമതി ടീച്ചർ ഇപ്പോൾ ഇവിടെ നമ്മുടെ ജിതിൻ ദേവ് പറയുന്നത് കേട്ടു. ശ്രീമതി ടീച്ചർക്കും അതുപോലെ തന്നെയാണ്. അതിനുശേഷം പാർട്ടിയിൽ യാതൊരുവിധ പ്രോമിനൻസും കിട്ടും. പക്ഷേ 2018 പിണറായി സർക്കാർ അല്ലല്ലോ, 2018 പിണറായി സർക്കാർ ആചാരാനുഷ്ഠാനങ്ങൾക്ക് എതിരായിട്ടുള്ള നിലപാടെടുത്തപ്പോൾ യുവതി പ്രവേശനത്തിന് അനുകൂലമായ നിലപാടെടുത്തതിന് ശേഷം 2021 വീണ്ടും അധികാരത്തിൽ വന്നുവല്ലോ. അല്ല, അധികാരത്തിൽ സംഭവിച്ചില്ല. കരുണാകരൻ പിന്നെ അധികാരത്തിൽ വന്നല്ലോ. അതിന് അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകളാണ് പറയുന്നത്. അദ്ദേഹത്തിന് 91 അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ എന്തായാലും 2019 നിലപാട് മാറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നിലപാട് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അത് പരസ്യമായിട്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. അതിൽ ഒരു ടാഗ് ലൈൻ മാത്രം കൊടുക്കും, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. ഈ ഒരു ടാഗ് ലൈനിൽ കഴിഞ്ഞ 6 വർഷവും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോഴാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലത്തിൽ തിരുത്തൽ വരുത്തുന്നു എന്ന രീതിയിലുള്ള പരസ്യമായ ഒരു നിലപാടിലേക്ക് വരുന്നത്. ഇത് പറയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ചെയ്തതല്ലേ എന്നാണ്. തീർച്ചയായിട്ടും പറയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ചെയ്തത്. പക്ഷേ സർക്കാരിന് അത്ര പെട്ടെന്ന് അത് തിരുത്താനോ അല്ലെങ്കിൽ കോടതിയിൽ പോയി അത്തരത്തിലൊരു നടപടിക്കോ സാധിക്കില്ല എന്നുള്ളത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ആർക്കും അറിയാം. അഥവാ അങ്ങനെ പോയാൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന ഒരു കൊട്ട് എത്ര വലുതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇത്രയും നാൾ കഴിഞ്ഞിട്ട് സർക്കാർ കൊടുത്ത ഒരു സത്യവാങ്മൂലം അതേ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അതേ ഗവൺമെൻറ് ഇവിടെ നിലനിൽക്കുമ്പോൾ വീണ്ടും ഒരു ഇത് മാറ്റം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരും. അതിനൊക്കെ സർക്കാർ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് സർക്കാരിനും അങ്ങനെ പെട്ടെന്ന് കയറി ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും അയ്യപ്പനെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു കാര്യം ഭക്തർക്കും മറ്റും എന്താണ് രാഹുൽ ദോഷം വരുന്ന രീതി ദേവസ്വം ബോർഡാണ് സത്യവാങ്മൂലം മാറ്റുമെന്ന് പറയുന്നത്, സർക്കാരല്ല. അല്ല, സർക്കാരിന് പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സർക്കാരിന് പറയാൻ കഴിയില്ല. അത് നിയമോപദേശം തേടുമ്പോൾ സർക്കാരിന് മനസ്സിലാവും. അതങ്ങനെ പെട്ടെന്ന് പോയി സുപ്രീം കോടതി രാഹുൽ ഇതിനു മുൻപ് സർക്കാരുകൾ മാറ്റി നൽകിയിട്ടുണ്ടല്ലോ സത്യവാങ്മൂലം. അത് മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മാറ്റി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു, ശ്രീ വാസുവിന്റെ കാര്യം പറഞ്ഞു, പത്മകുമാർ എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സത്യവാങ്മൂലം മാറ്റി നൽകിയിട്ടില്ല എന്ന്. പക്ഷേ അതിന് പകരമായിരുന്നുവല്ലോ ദേവസ്വം കമ്മീഷണർ മാറ്റി നൽകിയതല്ലേ? അത് ആ സംഭവമല്ലേ താങ്കൾ നേരത്തെ പറഞ്ഞത്? ഇത് ടെക്നിക്കാലിറ്റി പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. സർക്കാർ കണ്ടിന്യൂറ്റിയാണ്, സ്ഥിരം പറയുന്ന ഒരു വാദഗതിയാണ്. സർക്കാർ കണ്ടിന്യൂറ്റിയാണ്, അതുകൊണ്ട് നിലപാട് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു കേസിന്റെ നിലപാട് ഒരു കാലത്ത് മാറ്റാൻ പറ്റില്ല. നിലപാട് മാറ്റുന്നതിന് പ്രശ്നമില്ല. പക്ഷേ സുപ്രീം കോടതിയിൽ ഇതുമായി ചെല്ലുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരും. ഈ ചോദ്യങ്ങളൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. അവിടെ ചോദിക്കുന്നതൊന്നും വിധിയുടെ ഭാഗമല്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഏത് വഖഫിനെ സംബന്ധിച്ചായാലും മറ്റേത് സംബന്ധിച്ചായാലും ഒരു വിധിയുടെ ജഡ്ജി ഒരു ചോദ്യം ചോദിച്ചാൽ ഉടനെ ജഡ്ജി ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ വലിയ വാർത്തയാകുകയും അത് പലരെ അധിക്ഷേപിക്കാനായിട്ടും ശരിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് നിലപാട് മാറ്റുന്ന കാര്യം ആലോചിക്കുന്നു എന്ന് പറഞ്ഞത്. പക്ഷേ അത് സർക്കാരിന്റെ അറിവോടെ അല്ലാതെ അങ്ങനെ പറയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വന്തം നിലയ്ക്കൊന്നും തീരുമാനം ഒരിക്കലും അനുമാനിക്കാൻ പറ്റുകയില്ല. അത് മാത്രമല്ല, എന്താണോ സർക്കാരുകളുടെ നിലപാട് അതനുസരിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നിലപാടിലേക്ക് നിലപാടെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് വരെ ചെയ്തിട്ടുള്ളൂ. അല്ലാത്ത ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സീറ്റ് ദേവസ്വം ബോർഡിന് പുറത്തുമായിട്ടുണ്ട്. ശരിയാണ്. പക്ഷേ ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെ വരുമ്പോഴും അങ്ങനെ ഈ രീതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാറ്റം വരുത്തുന്നു എന്ന് വെക്കുക, മറിച്ചൊരു സത്യവാങ്മൂലം കൊടുക്കുന്നു എന്ന് വെക്കുക. പക്ഷേ അവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? ഐത്തത്തിനെതിരാണ്, സമത്വത്തിനെതിരാണ്, ഈ യുവതീ പ്രവേശനത്തെ എതിർത്താൽ തുടങ്ങിയ കാര്യങ്ങളാണല്ലോ. അതിലൊക്കെ മാറ്റം വരുത്തി. ചുരുക്കി പറഞ്ഞാൽ നവോത്ഥാന സംരക്ഷണം, അതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. അതിനെതിരെയുള്ള നിലപാടായി പോകും. അപ്പോൾ രണ്ട് വെള്ളത്തിലും കൂടി കാല് ചവിട്ടാൻ പറ്റില്ല. ഈ നവോത്ഥാന സംരക്ഷണത്തെ തള്ളിപ്പറയേണ്ടി വരും വിശ്വാസികൾക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചാൽ. ഇതൊരു ഇരട്ടത്താപ്പായി മാറുമല്ലോ സ്വാഭാവികമായിട്ടും. മറ്റു സാങ്കല്പിക ചോദ്യങ്ങൾ ചോദിച്ച ഒരു കുടുക്കിലേക്ക് എന്നെ സാങ്കല്പികമല്ലല്ലോ അത് പ്രകടമായ ഒരു കാര്യമാണല്ലോ. അല്ല, ഞാൻ പറയട്ടെ, അതൊരു പ്രകടമായ കാര്യമാണല്ലോ. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കാൻ സർക്കാർ ഒന്നാമത് പറഞ്ഞ കാര്യം അത് സുപ്രീം കോടതിയുടെ വിധിയാണ്, അത് ബൈൻഡിംഗ് ആണ്, അത് നടപ്പിലാക്കിയേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ മറിച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പള്ളിത്തർക്കം വന്ന സമയത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ട് വിധി വന്നപ്പോൾ അത് നടപ്പിലാക്കുവാനുള്ള ആർജവം സംസ്ഥാന സർക്കാർ കാട്ടിയില്ല. അങ്ങനെ ഒരു സംഭവം കൂടി അതിനിടയിലുണ്ട്.
പിന്നെ അത് കഴിഞ്ഞാണ് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ വന്നത്. നവോത്ഥാന സംരക്ഷണമാണ് ഞങ്ങളുടെ മുഖമുദ്ര, ഞങ്ങളത് ചെയ്തേ അടങ്ങുകയുള്ളൂ. അതുപോലെ തന്നെ സാമൂഹിക പരിഷ്കരണം അത് കൂടിയേ തീരൂ, അതിനനുകൂലമായ നിലപാടെടുത്തേ തീരൂ. സമത്വം അനുസരിച്ചുള്ള നിലപാടെടുത്തേ കഴിയുകയുള്ളൂ. അയിത്തം വീണ്ടും കൊണ്ടുവരുന്നതിന് ഞങ്ങൾ എതിരാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആർത്തവത്തിനൊപ്പം കൂടിയതാണ് സംസ്ഥാന സർക്കാർ. അപ്പോൾ അതിന് മറിച്ചുള്ളൊരു നിലപാടിലേക്ക് വരികയാണ്. അപ്പോൾ നവോത്ഥാനത്തെ സംരക്ഷിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, അതിനെ തള്ളി പറയേണ്ടി വരും. ഇത് രണ്ടും കൂടെ നടക്കുകയില്ല. അല്ല മഞ്ജുഷ, പ്ലീസ് ഗീവ് മീ സം സെക്കൻഡ്സ് ഓൺലി. ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് 2 കാര്യങ്ങൾ പറയാം. എനിക്ക് 1 മിനിറ്റ് സമയം തന്നേ പറ്റൂ. ഞാൻ അവരെല്ലാവരും പറഞ്ഞു. ഒന്ന്, നിങ്ങള് അഖില ലോക അയ്യപ്പ സംഗമത്തെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യാണ്ട് നിങ്ങൾക്ക് ഭയമാണ്. കാരണം NSS SNDP ഞാൻ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അതിനെ എതിർത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞ കേരളത്തിൽ പൊതുവോടുള്ള എല്ലാവരും അതിനോട് അനുകൂലിച്ചു. ഇനി നിങ്ങൾക്ക് അത് ചർച്ച ചെയ്യാൻ പറ്റില്ല, ഭയമാണ്. വർഗീയതയെ കുറിച്ച് പറയാൻ പറ്റും. ഈ വർഗീയവാദികൾക്ക് ദൈവവിശ്വാസം ഇല്ലാതെ നിന്ന് യഥാർത്ഥത്തിൽ ഗോവിന്ദഭാഷ പറഞ്ഞ അത്ര കറക്റ്റ്. വർഗീയവാദികളായിട്ടുള്ള ആളുകൾ യഥാർത്ഥ വിശ്വാസത്തെ ഇളക്കി എന്തെങ്കിലും നേടാമെന്ന് ചോദിച്ചാൽ കേരളം സമ്മതിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു വണ്ടർഫുൾ ഉദാഹരണം പറയാം. അത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാഹുൽ ഈശ്വരും നിങ്ങൾ കേൾക്കണം. അതായത് കർണാടക ബാംഗ്ലൂരിൽ നിന്നും ആന്ധ്രയിലേക്ക് പോകുന്ന വഴിക്ക്, അല്ല ഹൈദരാബാദിന് പോകുന്ന വഴിക്ക് ഒരു ഡീവിയേഷൻ ഉണ്ട്. 10-100 കിലോമീറ്റർ കഴിയുമ്പോൾ അവിടെ ലേപാക്ഷി എന്നും പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. ലേപാക്ഷി. ഈ ലേപാക്ഷി നിങ്ങൾ ആരെങ്കിലും കേട്ട് കാണാൻ ഇതിന് പോയി കാണുമായിരിക്കും. ഈ ലേപാക്ഷി ക്ഷേത്രം നിങ്ങൾ 3 പേരിൽ ഒന്ന് സന്ദർശിക്കണം. ഞാൻ അത് അവിടെ പോയി കണ്ട അവിടെ കർണാടക ഈ പറയുന്ന ആന്ധ്ര കർണാടകയുടെ ബോർഡറിലാണ് ഈ ക്ഷേത്രം. വലിയൊരു പാറയുടെ മുകളിൽ ഈ ക്ഷേത്രം പണിതു വെച്ചിരിക്കുക. അവിടെ ഒരു ജാതിയും മതവും ഒന്നുമില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവലിംഗം ആ ക്ഷേത്രത്തിലാണ്. എന്നെല്ലാം ചിത്രങ്ങൾ മുഴുവനുണ്ട്. ഞാൻ വേണമെങ്കിൽ രാഹുൽ ഈശ്വരൻ ഐശ്വര്യ കേരളത്തിലെ പ്രശസ്തമായ ഒരു ദിനപത്രത്തിൽ ഞാൻ എഴുതിയ ആ ക്ഷേത്രത്തെ കുറിച്ച്. ആ ക്ഷേത്രങ്ങളെല്ലാം കൂടെ അത്ഭുത നിർമ്മിതി. ഇന്നത്തെ കാലത്ത് ഒങ്ങനെ ഒരു ക്ഷേത്രം പണിയാൻ ഒട്ടേറെ ക്ഷേത്രങ്ങളുടെ കാര്യം പറയാം. ഇതിപ്പോൾ ശബരിമലയുടെ പ്രതിഷ്ഠയുടെ പ്രത്യേകത കൊണ്ട് അങ്ങനെ ഒരു ആചാര അനുഷ്ഠാനം അവിടെ വന്നു. അത്രേ ഉള്ളൂ. ശ്രീ റെജി ലൂക്കോസ്, ഓരോ ക്ഷേത്രങ്ങളുടെ അല്ലാതെ എല്ലാ ക്ഷേത്രത്തിലും പുരുഷന്മാർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ, യുവതികൾക്ക് പ്രവേശനമില്ല എന്നൊന്നും അല്ലല്ലോ. ഞങ്ങളെ പോലുള്ളവരും ഇത്തരം മതേതര ക്ഷേത്ര സമുച്ചയങ്ങളെ ബഹുമാനിക്കുന്നവരാ. അതുകൊണ്ടാണ് ഈ റെജി ലൂക്കോസ് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ കട്ട് ചെയ്ത് ശ്രമിച്ചത്. അവിടെ ചെന്നപ്പോ ഞാൻ അവിടുത്തെ ട്രസ്റ്റിന്റെ ഭാരവാഹി ഒരു സ്വാമിജിയായിട്ട് ഞങ്ങൾ സംസാരിച്ചു 1 മണിക്കൂർ. അദ്ദേഹം പറഞ്ഞോ, നിങ്ങളുടെ നാട്ടിൽ ഒരു ക്ഷേത്രമുണ്ട്, ശബരിമല ക്ഷേത്രം, ഇതുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ബന്ധമുണ്ട്. എന്താ അറിയോ, മതേതരത്തിൽ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ദാറ്റ്സ് ഓക്കെ. ഇതാണ് നമ്മുടെ സൗഹൃദം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയേ, ഇവിടുത്തെ ക്ഷേത്രങ്ങളും പോലെയുള്ള നിർമ്മിതികളും ആ ആരാധനാ തീർത്ഥാടന കേന്ദ്രങ്ങളും ലോകത്തിനു മുമ്പിൽ നൽകുന്ന മതസൗഹാർദ്ദത്തിന്റെ വലിപ്പം അറിയാതുകൊണ്ടാണ് നിങ്ങൾ ഈ വർഗീയവാദമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ അതിനെ ഉദാഹരണം പറഞ്ഞത് ലേപാക്ഷി നിങ്ങളൊന്ന് സന്ദർശിക്കണം. എനിക്കത് മനസ്സിലായതേ ഇല്ല. അതല്ലേ ഞാൻ പറയട്ടെ. അല്ലല്ലേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നവോത്ഥാനത്തെ തള്ളിപ്പറയൂ. അല്ല, നിങ്ങൾ 2 നിലപാട് കൂടി എടുക്കരുത്. അല്ല റെജി, ഇതിനകത്ത് 2 നിലപാട് കൂടി എടുക്കരുത്. ശബരിമലയിൽ വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുമ്പോൾ ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾക്കൊപ്പമാണെന്ന് സംസ്ഥാന സർക്കാരിന് പറയേണ്ടി വരും. അവിടെ സുപ്രീം കോടതി വിധിയെ നിങ്ങൾക്ക് തള്ളി പറയേണ്ടി വരും. റിവ്യൂ ഹർജിയാണ് ശരി തന്നെയാണ് അവിടെ ഉണ്ട് സുപ്രീം കോടതിയിൽ. പക്ഷേ ആദ്യത്തെ വിധിയെ തള്ളി പറയേണ്ടി വരും. രണ്ടും കൂടെ നടക്കില്ല. അല്ല, രണ്ടും കൂടെ നടക്കുകയില്ല. എങ്ങനെയാണോ BJP തള്ളി പറഞ്ഞത്, എങ്ങനെയാണോ RSS മൗനത്തിലായത്, അതേ നിലപാട് തന്നെ നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരും. RSSന്റെ നിലപാട് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം എന്നുള്ളതാണ്, യുവതീ പ്രവേശനം അനുവദിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വിശ്വാസികളുടെ ഈ ഒരു പ്രതിഷേധം കണക്കിലെടുത്ത് RSS അവിടെ മൗനത്തിലായി. BJPയും തുടക്കത്തിൽ ആ നിലപാടെടുത്തിരുന്നു. പക്ഷേ വിശ്വാസികൾക്കൊപ്പമായി പല കാരണങ്ങളുണ്ടാകും, രാഷ്ട്രീയമുണ്ടാകും. NSS ആണ് ആദ്യം പ്രതിഷേധവുമായി വന്നത്. SNDPയും അതിനെ അനുകൂലിക്കുകയുണ്ടായി. സ്ത്രീ പ്രവേശനം, യുവതീ പ്രവേശനം പറ്റില്ല എന്ന നിലപാടിലേക്ക് വന്നു. ഇതുപോലെ നിങ്ങളും നിലപാട് മാറ്റുന്നു. അത്രേ ഉള്ളൂ. ആ രീതിയിൽ പറയൂ. ഓപ്പണായിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല. അല്ല, ഇങ്ങനെ പ്രസ്താവന ഇറക്കാതെ ഞാൻ എന്നോടല്ലേ ചോദ്യം. എനിക്കൊരു സമയം തരണ്ടേ. ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ആർബു ബാബുചേട്ടൻ എന്റെ സുഹൃത്താ. അദ്ദേഹത്തിനെ കൊണ്ട് നിങ്ങൾക്ക് ഇതിന് മറുപടി പറയിപ്പിക്കാൻ പറ്റും. ദാറ്റ്സ് മൈ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി NSSനെ കൊണ്ടും SNDPയെ കൊണ്ടും പറയിപ്പിക്കാൻ പറ്റുമോ? വേണ്ട. കേരളത്തിലെ മുഴുവൻ നിലപാട് പറഞ്ഞിട്ടുള്ളതാണ് റെജി. NSS നിലപാട് പറഞ്ഞിട്ടുള്ളതാണ്. ആചാരാനുഷ്ഠാനത്തിനൊപ്പമാണ് NSS. അവിടെ യുവതീ പ്രവേശനം പറ്റില്ല എന്ന് NSSന്റെ നിലപാട് അതാണ്. മഞ്ജുഷേ, NSSന്റെ സ്ത്രീകൾ നടത്തിയ വലിയൊരു ദീപശിഖ ഘോഷയാത്രയിലൂടെയാണ് ഈ പറയുന്ന മറ്റു കക്ഷികളെല്ലാം ഈ നടത്തിയതോടുകൂടിയാണ് മറ്റു കക്ഷികൾ ഏറ്റെടുത്തത്. ഇത് കേൾക്കൂ. നമ്മൾ തമ്മിലല്ലോ സംസാരം. ഞാൻ സംസാരിക്കുന്നത് പൊതുസമൂഹത്തിനോടല്ലേ. നിങ്ങൾ അതുകൊണ്ടല്ലേ എന്നോട് ചോദിച്ചത്. ദയവായി ശ്രദ്ധിക്കൂ. അതല്ലേ ഒരു മര്യാദ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായി. നിങ്ങളിപ്പോ ഇത് എന്തിനാണ് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്? എന്തെങ്കിലും സാഹചര്യത്തിൽ വർഗീയത ഇളക്കി വിട്ട് വിശ്വാസികളെ കയ്യിലെടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടം കൊയ്യാൻ പറ്റുന്നതിനുള്ള ഒരു എക്സസൈസ് നിങ്ങൾ എന്തിനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ സത്യവാങ്മൂലം മകച്ചു നൽകാൻ പോവുകയാണ് എന്ന് പറയിപ്പിച്ചത്? അതുകൂടി പറയൂ. എന്തിനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോഴും അങ്ങനെ പറഞ്ഞത്? എന്തിനാണ്? അതുകൂടി പറയൂ. എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്?
തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറഞ്ഞതിനകത്ത് എന്ത് കോൺട്രവേഴ്സി ഉണ്ടെന്നാണ് അങ്ങ് പറയുന്നത്? എനിക്ക് എന്തിനാണ് പറയാൻ അല്ല ഒരു സാഹചര്യം പറയും എന്തിനാണ് ഇപ്പോൾ ഇപ്പോൾ സത്യവാങ്മൂലം മാറ്റി നൽകുവാനുള്ള എന്ത് സാഹചര്യമാണുള്ളത്? അതുകൂടി വിശദമാക്കൂ. അതിന് നിയമോപദേശം തേടേണ്ട എന്ത് സാഹചര്യമാണുള്ളത്? സംസ്ഥാന സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നിലപാട് 2016 പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം എന്താണെന്ന് പൊതുസമൂഹത്തിന് അറിയാം. അതിൽ മാറ്റം വരുത്തേണ്ട എന്ത് സാഹചര്യമുണ്ട് അത് പറയൂ. അത് വളരെ സിമ്പിൾ ആണ് മഞ്ജുഷ. നിങ്ങൾക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് അഭിനയിക്കുന്നത്. കാരണം അറിയോ, ശബരിമലയിലെ വിശ്വാസ സമൂഹത്തിന്റെയും ആ വിശ്വാസങ്ങളോടൊപ്പമാണ് ഞങ്ങൾ എന്നുള്ളതിന്റെ ഏറ്റവും ഒരു പ്രത്യക്ഷ തെളിവാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. നിങ്ങൾക്ക് അതിനകത്ത് പൊളിച്ചെഴുത്തിനടുത്ത് വീണ്ടും ശ്രീപ്രഭാഷണമായിട്ട് ഇവിടെ മാർക്കറ്റ് ചെയ്യാനുള്ള തന്ത്രം പൊളിഞ്ഞ് തകർന്നിരിക്കുന്നു. അത് വിജയിക്കുന്നില്ല. ഞാൻ ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ ജയിലിൽ കിടന്നിട്ടുണ്ടോ ആ പ്രക്ഷോഭത്തിൽ? ഞാൻ രാഹുൽ ഈശ്വറുമായിട്ട് 100 ചർച്ചയിൽ ആക്കാര്യത്തിൽ ഞാൻ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. ഇപ്പൊ എന്താ അദ്ദേഹത്തിന്റെ നിലപാട്? അയ്യപ്പ ക്ഷേത്രത്തിന് നിലപാടുകൾ ഏത് നിലപാടാണെങ്കിലും അതിനെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് ശ്രേഷ്ഠമായ ഒരു പദവിയിലേക്ക് അല്ലെങ്കിൽ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ സദുശേഷമായ നിലപാട്, അത് സംസ്ഥാന സർക്കാരിന്റെ അല്ല ദേവസ്വം ബോർഡിന്റെ, അതിനെ അദ്ദേഹം പിന്തുണയ്ക്കുന്നു. അതൊരു റിയാലിറ്റിയാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തിനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുമോ? എന്താണ് ബോധ്യപ്പെടുത്തേണ്ടത്? വിശ്വാസികൾ അതിനെ പിന്തുണയ്ക്കും. രാഹുൽ ഈശ്വർ സ്വാഭാവികമായിട്ട് ഒരു വിശ്വാസി ആയതുകൊണ്ട് അതിനെ പിന്തുണയ്ക്കുന്നു. പക്ഷെ താങ്കൾ ഈ മറ്റു ക്ഷേത്രങ്ങളുടെ ഉദാഹരണമൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെയാണ്, ഇവിടെ എന്തോ വർഗീയവാദികളാണ് ഇത് ഇളക്കിവിട്ടത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളും ആ നിലപാടിലേക്ക് വരികയല്ലേ ഉണ്ടായത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നവോത്ഥാന സംരക്ഷണ നിലപാട് നിങ്ങൾ മാറ്റുവാനുണ്ടായ സാഹചര്യം എന്താണ്? ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൊണ്ട് ഇങ്ങനെ മാറ്റി പറയിപ്പിക്കുവാനുള്ള സാഹചര്യം എന്താണെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കുവാൻ നിങ്ങൾക്ക് മടിയാണ്. എന്നിട്ട് ഒരു കാര്യം കൂടി പറയും, സംസ്ഥാന സർക്കാർ നിലപാടൊന്നും മാറ്റിയിട്ടില്ല എന്ന്. എന്തൊരു ഇരട്ടത്താപ്പാണിത് ശ്രീ റജി. സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതുപോലെയാണെന്ന് എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ദേവസ്വം മന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല? അല്ല, ഇതിനകത്ത് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നിങ്ങൾ എന്താണ് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസികളല്ല. നിങ്ങളെ പോലുള്ളവര് ഈ വിശ്വാസത്തിന്റെ എന്താ ചുവട്ടുകാരാണ് ഞങ്ങൾ, ചുവടുതാങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞ വർഗീയതയാണ് പറത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെന്റിന് ചരിത്രം കൈയടിക്കും. ഈ ഗവൺമെന്റ് ചരിത്രത്തിലേക്ക് നീങ്ങുവാണ്. എന്തിനു വേണ്ടി കൈയടിക്കണം അതുകൂടി പറയൂ. എന്താണ് എന്താണ് സർക്കാർ എന്തിനു വേണ്ടി കൈയടിക്കണം എന്നുകൂടി പറയൂ. ശരി, രാഹുൽ കൈയടിക്കുമോ? പറയൂ, രാഹുൽ പറയൂ. അല്ല, ഇത് പെട്ടെന്നൊരു കാര്യം പറഞ്ഞില്ലേ, സത്യസന്ധത എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ ഈ വിഷയം വന്നപ്പോ ആദ്യം എല്ലാവരും തെറ്റിദ്ധരിച്ചു. അതായത് പലരും ഇപ്പോഴും നോർത്ത് ഇന്ത്യ വിചാരിക്കുന്നത് ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാൻ എന്തോ പ്രശ്നമുണ്ടെന്നാണ്. ശബരിമലയിൽ എല്ലാ വർഷവും 3 മുതൽ 5 ലക്ഷം വരെ സ്ത്രീകൾ വരുന്നുണ്ട്. ഒരു പ്രായ നിയന്ത്രണമാണ് ഇവിടെ യഥാർത്ഥത്തിലുള്ളത്. അതാണ് നമ്മളെല്ലാം ശബരിമല യുവതി പ്രവേശനം എന്ന് വിളിക്കുന്നത്. ഈ വിഷയത്തിൽ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെട്ടു. അത് സാധാരണക്കാരൊന്നുമല്ല, ലോക ഗുരുവായ ഞാൻ ഗുരുവായി കാണുന്ന ശ്രീ രവിശങ്കർജി പോലും ആദ്യം എന്താ പ്രശ്നം, ശബരിമലയിൽ യുവതികൾ കയറണം, സ്ത്രീകൾ കയറണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വിഷയത്തിന്റെ കോംപ്ലക്സിറ്റി ഗുരുദേവനോടടക്കം ഞങ്ങൾ ഇന്ന് പേഴ്സണലി പറഞ്ഞു. അമ്മ മാതാ അമൃതാനന്ദമയി ദേവി ആദ്യം മുതലേ ശബരിമലയെ പിന്തുണച്ച ഒരു വ്യക്തിയാ. സദ്ഗുരു ജഗ്ഗി വാസുദേവ് പിന്തുണച്ച വ്യക്തിയാ. RSSന്റെ പൂജനീയ സത്സംഘാലക് മോഹൻ ഭഗവത്ജി സപ്പോർട്ട് ചെയ്തു. പക്ഷെ കേരളത്തിൽ ആദ്യം നമ്മുടെ ഗോപാലൻകുട്ടി മാസ്റ്റർ ആ വിഷയത്തിൽ മറ്റൊരു കാഴ്ചപ്പാടാണ് എടുത്തത്. അല്ലെങ്കിൽ ക്ഷേത്ര സംരക്ഷണ സമിതി ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്തു. രാഹുൽ ഗാന്ധിക്ക് ആദ്യം വേറൊരു കാഴ്ചപ്പാടായിരുന്നു, ശശി തരൂറിന് വേറൊരു കാഴ്ചപ്പാടായിരുന്നു. എല്ലാവരും പോസിറ്റീവ്ലി വിഷയത്തിന്റെ കോംപ്ലക്സിറ്റി മനസ്സിലാക്കി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ എല്ലാവരുടെയും നിലപാട് അനുകൂലം, അല്ലെങ്കിൽ 99% നിലപാട് അനുകൂലമാണ്. ഈ അനുകൂലമായതിനെ നമുക്ക് ബിൽഡ് ചെയ്തൂടെ? പക്ഷെ ആ ബിൽഡ് ചെയ്യുമ്പോൾ ഈ കക്ഷി രാഷ്ട്രീയത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങൾ ഒഴിവാക്കി ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വം കൂടിയില്ലേ? ശരി, അതിനുള്ള മറുപടി ജിതിന്റെയാണ് നൽകേണ്ടത്. ജിതിനാണ് അതിനുള്ള മറുപടി നൽകേണ്ടത്. ജിതിന് അതിനുള്ള മറുപടി അല്ല, ഒരുമിച്ച് കൊണ്ടുപോയിക്കൂടെ എന്നുള്ളതാണ്. അല്ല, ഈ പറഞ്ഞ യുവതി പ്രവേശന വിഷയത്തിൽ CPM നിലപാട് തിരുത്തുന്നതിനെ BJP സ്വാഗതം ചെയ്തിട്ടുള്ളൂ. പക്ഷെ നിലപാട് തിരുത്താൻ CPM തയ്യാറായിട്ടില്ല. രാഹുൽ ഈശ്വർ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഇറക്കി ചില പ്രസ്താവനകൾക്കപ്പുറത്ത് പിണറായി വിജയനോ MV ഗോവിന്ദനോ ഈ നിലപാട് മാറ്റം വിശദീകരിക്കാൻ തയ്യാറല്ല. ആകെ പറഞ്ഞു വെക്കുന്ന രാഹുൽ ഈശ്വർ അടഞ്ഞ അധ്യായം അല്ല പറയട്ടെ ശ്രീ റജി ലോക്കോസ്, ഞാൻ പറയട്ടെ. വിശ്വാസികൾക്കൊപ്പമാണെന്നാണ് പറഞ്ഞത്. അല്ല, വിശ്വാസികൾക്കൊപ്പമാണെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. വിശ്വാസികൾക്കൊപ്പമാണ് അടഞ്ഞ അധ്യായം. തെറ്റുപറ്റിപ്പോയി. എത്രയോ തവണ CPM പറഞ്ഞിട്ടുണ്ട് തെറ്റുപറ്റിപ്പോയെന്ന്. ട്രാക്ടർ സമരത്തിൽ തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞില്ലേ? കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തപ്പോൾ തെറ്റുപറ്റിപ്പോയെന്ന് പറയാം. അതേപോലെ അങ്ങ് പറയൂ, ഞങ്ങൾ തെറ്റാണ് ചെയ്തത്, തെറ്റുപറ്റിപ്പോയി, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾക്കെതിരെ കേസെടുത്ത് തെറ്റായിപ്പോയി, ഞങ്ങൾ പിൻവലിക്കാൻ തയ്യാറാണ്. ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇരുട്ടിന്റെ മറവിൽ ആക്ടിവിസ്റ്റുകളെ കൊണ്ടുപോയത് തെറ്റാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റി പറഞ്ഞാൽ പോരെ? BJPയോട് പറയണ്ട, കേരളത്തിലെ വിശ്വാസ സമൂഹത്തോട് പറയൂ. ശബരിമലയുടെ പരിശുദ്ധി ഇപ്പൊ എന്താണ് ശ്രീ രജി ലൂക്കോസ്, എന്താണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശം? അങ്ങനെ ഒന്ന് പറയാൻ പറ്റുമോ? ആരാണ്
ഈ 3000-ഓളം ഡെലിഗേറ്റ്സ് അങ്ങേക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല സാർ, അങ്ങേക്ക് പറയാൻ സാധിക്കില്ല. ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കുന്നത് CPM ആണ്. അന്നും രാഷ്ട്രീയം കളിച്ചത് CPM ആണ്. അന്നും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ നിന്നത് CPM ആണ്. ഇന്നും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന CPM ആണ്. കാരണം CPM-ന്റെ അടിത്തറ ഇളകി തുടങ്ങിയെന്ന് അവർക്ക് മനസ്സിലായി. അടിത്തറ ഇളകി തുടങ്ങിയ അടിത്തറയില് വീണ്ടും നവോത്ഥാന മേശിമാരെ കൊണ്ട് ചാന്തിട്ട് മറ്റേ മുഴക്കോലും തൂക്കുകെട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ നവോത്ഥാനം അതിൽ പണിഞ്ഞാൽ ശരിയാവില്ല. അപ്പോ വിശ്വാസ സമൂഹത്തിന്റെ വോട്ട് വേണം. വിശ്വാസ സമൂഹത്തിന്റെ വോട്ടിന് വേണ്ടിയിട്ട് ഇമ്മാതിരി ഗിമിക്സുകളൊക്കെ കാണിച്ചു കൂട്ടുക, അതിന്റെ പറ്റിയാ കുറച്ച് കാശ് ഒപ്പിക്കുക. അല്ല സാറേ, ഞാൻ ചോദിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ NSS SNDP പിന്തുണയ്ക്കുന്നുണ്ടല്ലോ ജിതിൻ, നിങ്ങളുടെ നിലപാടിനൊപ്പമല്ല? അന്ന് അങ്ങനെയായിരുന്നില്ല NSS നിലപാട്? നിങ്ങളുടെ അതേ നിലപാടായിരുന്നു, കോൺഗ്രസിന്റെയും നിങ്ങളുടെയും നിലപാടിനൊപ്പമായിരുന്നു, BJP-യുടെ നിലപാടിനൊപ്പമായിരുന്നു NSS നിലപാട്. അത് മാത്രമല്ല NSS നിലപാട് അറിഞ്ഞ ശേഷമാണ് നിങ്ങൾ നിലപാട് മാറ്റിയതും. അതെ മഞ്ജുഷ്, NSS-ഉം SNDP-യും രാഷ്ട്രീയ സംഘടനകളല്ല. NSS-ഉം SNDP എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശബരിമല ക്ഷേത്രത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശബരിമല വികസനത്തിന് വേണ്ടി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്തു. പക്ഷെ BJP പറയുന്നത് ഇവരുടെ രാഷ്ട്രീയ ഇരട്ടത്തപ്പാണ്. ഈ രാഷ്ട്രീയ കപടതയാണ് BJP തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നത്. അത് തുറന്നു കാണിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് മഞ്ജുഷ്. ഏറ്റവും കൂടുതൽ കേസുകൾ പറഞ്ഞ കോൺഗ്രസ്സുകാരല്ല. കോൺഗ്രസ്സുകാരുടെ പേരിൽ ഒരു കേസുമില്ല. ഒരു കോൺഗ്രസ് നേതാവും ശബരിമല പ്രക്ഷോഭത്തിന്റെ സമയത്ത് ജയിലിൽ കിടന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചതും യാതന അനുഭവിച്ചതും പോലീസ് മർദ്ദനമേറ്റതും കേസുകളിൽ പ്രതിയായതും ഇന്നും കേസ് പറയുന്നതും ഈ നാട്ടിലെ BJP സംഘപരിവാർ പ്രവർത്തകരാ. അല്ലെന്ന് പറയാൻ സാധിക്കുമോ രാഹുൽ ഈശ്വറിന്? കേരളത്തിലെ BJP പ്രവർത്തകന്മാരും കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകരാണ്. ഇന്നും കേസ് പറയാണ്. എത്രയോ ചെറുപ്പക്കാർ, എന്റെ പ്രദേശത്ത് തന്നെ, കൊല്ലത്ത് തന്നെ എത്രയോ ചെറുപ്പക്കാർക്ക് ബഹുഭൂരിപക്ഷം ഇന്നും അതായത് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ഒരു പാസ്പോർട്ട് പോലും എടുക്കാൻ സാധിക്കാതെ പാവത്തങ്ങള് കോടതി വരാതെ കയറി ഇറങ്ങുവാണ് മഞ്ജുഷ്. ഇവർ പറയണ്ടേ? ഞങ്ങൾ തെറ്റാണ് ചെയ്തത്, ഞങ്ങൾ മാപ്പ് പറയുന്നു. പിന്നെ വേണുഗോപാൽ സാർ പറഞ്ഞ ചില കാര്യങ്ങളെ മഞ്ജുഷ് തിരുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ചിലപ്പോൾ ഒരു പരിഹാരത്തിന്റെ ഭാഗമായിരിക്കും. കാരണം ആരാണ് ഇപ്പൊ 27 ലക്ഷം രൂപ മുടക്കി ഗോശാല പണിഞ്ഞത്? പിന്നെ ഈ പറഞ്ഞതുപോലെ ഗോപൂജയൊക്കെ നടത്തുന്നുണ്ടോ എന്ന് ആർക്കറിയാം. ഇപ്പൊ അതിന്റെയൊക്കെ ഭാഗമാണ് ഈ പരിഹാര ക്രിയയിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു ജോലിസിന്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. അതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഒരു ആഗോള ഭക്തജന സംഗമം നടത്തി 12 മണിക്കൂർ ഭഗവാനെ സ്തുതിച്ച് അല്ലെങ്കിൽ ഭഗവാനെ ശരണം വിളിക്കണം എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോ ഇതിന്റെയൊക്കെ ഭാഗമായിരിക്കും. പക്ഷെ ഇതൊക്കെ തുറന്നു പറഞ്ഞൂടെ? അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ ആ രീതിയിലുള്ള വിശ്വാസം സൂക്ഷിക്കുന്ന ഒരാളാണെന്നൊക്കെ താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വരി കൂടി അല്ല, ഈ പരിഹാരത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പാവപ്പെട്ടവർക്കെതിരെയുള്ള കേസ് കൂടി ഒന്ന് പിൻവലിക്കണം. അത് ശ്രീ ഡിഫെൻസീവിലാക്കാൻ പറയുന്നതല്ല. കാര്യം ഒരുപാട് പേര് ജെനുവിൻലി ബുദ്ധിമുട്ടുണ്ട്. ആദിവാസി അമ്മമാരടക്കം ആഴ്ചകളും മാസങ്ങളോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇവരൊക്കെ ഒരുപാട് കിലോമീറ്റർ അപ്പുറത്ത് ബസ്സിൽ കയറിപ്പോയാണ് ഒപ്പിട്ടൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. നിലപാട് മാറ്റം കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചപ്പാടിലേക്ക് എങ്ങനെ പോകാൻ കഴിയും? ഇപ്പോൾ 2019 ശേഷം ഇതേ നിലപാട് തന്നെയാണല്ലോ ഉള്ളത്. അതറിയാവുന്ന കാര്യമല്ല. അത് വിശ്വാസികൾക്കും അറിയാവുന്ന കാര്യമാണ്, അയ്യപ്പ വിശ്വാസികൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇങ്ങോട്ടൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് നിലപാട് മാറ്റുന്നവര് സുപ്രീം കോടതിയിൽ പറയുന്നു എന്നൊക്കെ വെച്ച് അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല, അതുകൊണ്ട് രാഷ്ട്രീയപരമായി ഗുണമുണ്ടാവില്ല എന്ന് മാത്രമല്ല, ഈ വിഷയങ്ങൾ കൂടുതൽ ചർച്ചാ വിഷയമായാൽ രാഷ്ട്രീയപരമായ ദോഷമേ ഉണ്ടാവുള്ളൂ. കാരണം ഇതൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ചില ദുസ്വപ്നങ്ങളെ ഉണർത്താനേ പലരെയും സഹായിക്കുള്ളൂ. ഒരുപാട് അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ അഗാധമായി പതിഞ്ഞുപോയ ചില വേദനകൾ തട്ടി ഉണർത്താനേ ഇത്തരം കാര്യങ്ങൾ പ്രയോജനകരമാവുള്ളൂ. എനിക്ക് തോന്നുന്നത് അയ്യപ്പ സംഘം എന്നുള്ള പേര് തന്നെ പാടില്ലായിരുന്നു തോന്നുന്നത്. കാരണം അയ്യപ്പൻ എന്ന് പറയുന്നത് മാല ഇടുമ്പോൾ മുതൽ മാല അഴിക്കുന്നതുവരെയാണ് അയ്യപ്പൻ. മാല ഇടുമ്പോൾ വ്രതം നോറ്റ് നമ്മൾ അയ്യപ്പനെ ദർശിച്ച് തിരിച്ചിറങ്ങി വരുന്നവരെ ആ മാല അഴിക്കുമ്പോൾ അയ്യപ്പൻ അല്ലാതായി കഴിഞ്ഞു. കാരണം ആ ആചാരം അതാണ് പറയുന്നത്. ആചാര ലംഘനമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വിദഗ്ധന്മാർ പറയേണ്ടതാണ്. പക്ഷേ ആചാരം അതാണ്. എനിക്കത് പൂർണ്ണബോധം. കാരണം നമ്മൾ അയ്യപ്പൻ അതാണ് തത്വമസി. നമ്മൾ അയ്യപ്പനായി മാറുന്നു ഈ മാല ഇടുന്നതോടുകൂടി. തിരിച്ച് മാല അഴിക്കുമ്പോഴാണ് അയ്യപ്പൻ അല്ലാതെ. ഇത് ശബരിമല പിന്നെ വികസന തൽപരരുടെ ഒരു സംഗമമാണ്. ആ വിധത്തിലാണ് അതിനെ പ്രൊജക്റ്റ് ചെയ്തതെങ്കിൽ മറ്റ് വിഷയങ്ങൾ വരില്ലായിരുന്നു. ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം എന്നുള്ള വാക്ക് പറയുമ്പോഴാണ് മറ്റ് ഉറങ്ങിക്കിടക്കുന്ന പലതും ഉണർന്നു വരുന്നത്. അത് വോട്ടായി മാറുമെന്ന് ചോദിച്ചാൽ വോട്ടായി മാറാൻ വഴിയില്ല. അതുകൊണ്ട് ഇതിലെ ചർച്ചകൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് സർക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ലക്ഷ്യം ഇന്നതാണ്, ഞങ്ങളുടെ ലക്ഷ്യം ശബരിമലയുടെ ഒരു വികസനമാണ്. അത് ശബരിമലയുടെ ആ 18 പൂങ്കാവനങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് വനവുമെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ പ്രകൃതിയുമായുള്ള ബന്ധം, ജനങ്ങളുമായുള്ള ബന്ധമെല്ലാം നിലനിർത്തിക്കൊണ്ട് ഒരു വികസനം ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത്
കുറച്ച് ഭക്തരുമായിട്ട് ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാണെന്ന് പറഞ്ഞ് ഇതിനെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് പോകുന്നതായിരിക്കും അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഞങ്ങൾ വിദേശത്ത് നിന്ന് 500 പ്രതിനിധികളെ കൊണ്ട്, ബാക്കി ഇന്ത്യയിൽ നിന്നുള്ളവരായിരിക്കും, കേരളത്തിൽ നിന്ന് കൂടുതൽ ആളുകൾ, പ്രത്യേക ക്ഷണിതാക്കൾ, കേന്ദ്രമന്ത്രിമാർ ഒക്കെ പോലും ഉണ്ടല്ലോ. അങ്ങനെയാണ് അത്. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോഴേ പലർക്കും സംശയം വരുന്നത് ഈ മാലയിട്ട് അയ്യപ്പന്മാർ അവിടെ വരികയാണോ എന്നുള്ള സംശയം വരുന്നു. അപ്പൊ അയ്യപ്പ സംഗമം എന്തിനാണ്? ശബരിമല വികസന സമിതി അതിലൊരു ക്ലാരിറ്റി വന്നിട്ടില്ല അയ്യപ്പ സംഗമത്തെ കുറിച്ച്. ക്ലാരിറ്റി ഉണ്ട്, പക്ഷേ വാക്കിൽ ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് പലർക്കും മിസ്യൂസ് ചെയ്യാൻ അവസരം കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വോട്ടായി മാറുമോ, അത് വോട്ടായി മാറും. റജി ആവർത്തിച്ച് ജിതിൻ ചോദിക്കുന്നുണ്ടായിരുന്നു ആരൊക്കെയാണ് പ്രതിനിധികളായിട്ട് അയ്യപ്പ സംഗമത്തിൽ വരുന്നത് എന്ന്. ഈ അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായിട്ടാണല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്നലെ ഈ സത്യവാങ്മൂലം മാറ്റി നൽകുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടായ ഒരു തീരുമാനമാണ്. ഈ സമയത്ത് എല്ലാം വരണം, അത് ശബരിമലയ്ക്ക് അനുകൂലമായിരിക്കണം, ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനുകൂലമായിരിക്കണം, ആ ഒരു സന്ദേശം വിശ്വാസികളിലേക്ക് നൽകണം. ഇതൊക്കെ ചേർന്നെടുത്ത ഒരു തീരുമാനം തന്നെയാണല്ലോ. പിന്നെ പ്രതിനിധികളുടെ കാര്യത്തിലുള്ള ക്ലാരിറ്റി കുറവ്. അല്ല, അത് വളരെ ക്ലാരിറ്റി ഉള്ള കാര്യങ്ങളാണ്. 3 വർഷത്തിനിടയിൽ 2 തവണ ശബരിമല ദർശനം നടത്തിയ വിശ്വാസികൾക്ക് മാത്രമാണ് ഈ സംഗമം എന്നുള്ളത് കൃത്യമായിട്ട് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതിന്റെ കൂടുതൽ ചർച്ചകൾക്കായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിൽ ഒരു സമ്മേളനം ഇപ്പം ഇസ് ഗോയിങ് ഓൺ നൗ. ഐ തിങ്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, അവിടെ ആചാരങ്ങളെ മോശമായി കാണുന്ന ഒരു സംഭവം ആ പവിത്രത നിലനിർത്തുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നു, ലോകത്തിന് മുമ്പ് ശബരിമല ഒന്ന് പ്രശസ്തമായതുകൊണ്ട് ഇവർക്ക് എന്താ ദോഷം? ശബരിമലയുടെ മതേതരവും മതസൗഹാർദ്ദ ലോകത്ത് ഇന്ത്യയിലേക്ക് ജനങ്ങൾ ഒഴുകുന്നത്. അയ്യപ്പന് പ്രശസ്തനാവാൻ CPM-ന്റെ രാഷ്ട്രീയ ഇരട്ടത്താപ്പ് വേണോ? ഇങ്ങനെ പറയലേ അങ്ങ് വന്നിരുന്നുണ്ട്. അല്ല സാർ, പറയലേ അങ്ങ്. നിങ്ങൾ അയ്യപ്പനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള ചോദ്യം ഇവിടെ ഉയരുവാണ്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അയ്യപ്പ സങ്കല്പത്തെ കുറിച്ച് താങ്കളെ പോലെ തന്നെ കുറച്ചറിവ് എനിക്കുമുണ്ട്. എല്ലാതൊന്നും അറിയത്തില്ലായിരിക്കാം. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഒരു സംശയം എന്റെ ഒരു സംശയം, ഒരു ചെറിയ സംശയം സാർ. എന്തിനാണ് സാർ ഈ ആലപ്പുഴ ജില്ലയിൽ, പത്തനംതിട്ട ജില്ലയിൽ മുഴുവൻ സ്റ്റാർ ഹോട്ടലും ഇതിന്റെ പേരിൽ ബുക്കിംഗ് ചർച്ച ചെയ്തിരിക്കുന്നത്? എന്തിനാണ് സാർ? അയ്യപ്പ വിശ്വാസികൾ കോടിക്കണക്കിന് രൂപ സമ്പത്തുള്ള അയ്യപ്പ വിശ്വാസികളായിട്ട് പുറം നാട്ടിൽ നിന്ന് വരുന്ന 100 കണക്കിന് ആൾക്കാർ നമ്മുടെ ശബരിമല വന്നു പോകുന്നുണ്ട്. എല്ലാ വർഷവും 41 ദിവസം നോമ്പെടുത്ത് കറുപ്പെടുത്ത് ഈ പറഞ്ഞ രീതിയിൽ മുഴുവൻ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് മുഴുവൻ ലൗകികസുകൾ വെടിഞ്ഞുകൊണ്ട് വരുന്നവരുണ്ട്. അവരാരും ഈ സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിക്കാറില്ല സാർ. അവർ വന്നിട്ട് പമ്പയിൽ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ വിരിവെച്ച് അവിടെ കിടന്ന് അവിടുന്ന് കുളിച്ച് പമ്പയിൽ നദിയിൽ കുളിച്ചിട്ടാണ് ഇവർ പോകുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് സാർ ഈ സ്റ്റാർ ഹോട്ടലെല്ലാം കൂടെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത്? ആദിത്യ മര്യാദ എന്ന് പറഞ്ഞ സംഭവമുണ്ടല്ലോ, അത് ഹിന്ദു ഹൈന്ദവ അതിന്റെ ഏറ്റവും വലിയൊരു ഉറവിടമാണ് ആദിത്യ മര്യാദയുടെ. സാർ അങ്ങനെ പറഞ്ഞു പോകട്ടെ. അത് പിന്നെ അവിടെ ഞങ്ങൾക്ക് അത് വേണ്ട, മോസ്റ്റ് വെൽക്കം. ഇതിനെയൊക്കെയാണ് നമ്മൾ വിമർശിക്കുന്നത്. കഷ്ടമുണ്ടോ? അയ്യപ്പനോട് കാണിക്കൂ സാർ. പമ്പയില് സൗകര്യങ്ങൾ വികസിപ്പിക്കൂ സാർ. പാവപ്പെട്ട സാധാരണക്കാരനായ അയ്യപ്പ ഭക്തന്മാരോട് ഈ ആദിത്യ മര്യാദ ഒന്ന് കാണിക്കാൻ ദേവസ്വത്തോട് പറയൂ സാർ. അവിടെ ബുദ്ധിമുട്ടാണ് സാർ. LDF എന്ന് ഭരിച്ചാലും ആ കാലയളവിലാണ് ശബരിമലയുടെ സുഗമമായിട്ടുള്ള തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഡബിൾ ചാർജ് വാങ്ങിക്കുന്നത് ഒരു ഇല ഇറങ്ങിയിട്ടുണ്ട് എന്തൊരു പ്രശ്നത്തിന്റെ പേരില്. കഴിഞ്ഞ 2 വർഷത്തെ അനുഭവം കൊണ്ട് കുമ്മൻ സാർ പറഞ്ഞെന്താന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ഇപ്പൊ എതിർക്കുന്നുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആര് ഭരിക്കുന്നുള്ളതല്ല, അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ നോക്കേണ്ടത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ വാക്കുകൾ ഈ അന്തരീക്ഷത്തിൽ വരുന്നോറും യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരുടെ തിരക്ക് കൂടത്തേ ഉള്ളൂ, അവരുടെ പിന്തുണ ഏറത്തേ ഉള്ളൂ. കാരണം ശബരിമല എല്ലാവർക്കും ഉള്ള ഒരു സ്ഥലമാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനവിടെ പോയിട്ടുള്ള ആളാണ്. ഡി വിനയേന്ദ്രൻ, പി ബാലേന്ദ്രൻ, അവരെ പോലുള്ള മഹത്വ വ്യക്തികളോട് ഞാനവിടെ യാത്ര ചെയ്തിട്ടുള്ള ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, നിങ്ങൾ കുറച്ചുകൂടെ നിയന്ത്രണം പാലിക്കണം. ശബരിമല അയ്യപ്പനെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യരുത്. ഞങ്ങളെ പോലുള്ളവർക്ക് റെസ്പെക്ട് ചെയ്യുന്ന മതേതരത്തിന്റെ ലോക മാതൃക. ഞാൻ അതുകൊണ്ടാണ് ലേഭാഷയെ പറ്റി ഉദ്ധരിച്ചത്. നിങ്ങളൊന്ന് പോകണം. ശരി, വിശ്വാസ വഴിയിലേക്ക് CPM തിരിച്ചു വരട്ടെ, അതിന് BJP അതാണ് പറയുന്നത്. സന്തോഷം തോന്നുന്നു. അതെല്ലേ, എവിടെയെങ്കിലും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്ന് CPM എവിടെയെങ്കിലും പറഞ്ഞാണ് നിങ്ങൾ അറിയിക്കാമോ? അതാണ് ഞാൻ പറഞ്ഞേ. വിദ്യാസമ്പന്നരായ മലയാളികളുടെ മുമ്പിൽ നിങ്ങൾ ചോദ്യചിഹ്നങ്ങളായിട്ട് മാറരുത്.
നിങ്ങൾ ആദ്യം സാർ, ശ്രമിക്കുക. നിങ്ങള് എന്തുകൊണ്ടാണ് 2021 ജനങ്ങൾ നിങ്ങളെ ശിക്ഷിച്ചത്? സാർ നിങ്ങൾ ജനങ്ങളുടെ കോടതി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി എഴുതിയത് നിങ്ങൾ വിശ്വാസ സമൂഹത്തിൽ കടന്നു ഞങ്ങൾ സ്വാഗതം ചെയ്തു. ഇതൊക്കെ RSS പണ്ട് മുതൽ പറയുന്നുള്ളൂ സാർ. നിങ്ങൾ ഇതൊക്കെ ഒന്ന് വിശ്വസിച്ചു വരൂ സാർ. അത്രേ ഞങ്ങൾ കേരളത്തിലെ പൊതുബോധത്തെ തീരുമാനിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ RSSന്റെ ആഹ്വാനം തെറ്റാണെങ്കിൽ എന്റെ പൊതു സാറേ സാർ ഈ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ. പെറ്റി ബൂർഷയെ ഒഴിവാക്കിയതിനു ശേഷം സാവിശരണം വിളിച്ച് ശീലിക്കൂ സാർ. എന്തായാലും സന്തോഷമുണ്ട്. സംഘടിച്ചുകൂടാ. നിങ്ങൾ ഞാനും ഒക്കെ സ്വന്തമായിട്ട് ജീവിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് നന്നായിട്ടുണ്ട് സാർ. വളരെ സന്തോഷമുണ്ട് സാർ. 3000-ഓളം മനസ്സിലാവില്ല. നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന വികാരങ്ങൾ വേറെയാ. ഞങ്ങളുടെ ഉള്ളിൽ വികാരമുണ്ട് സാർ. ഞങ്ങളുടെ ഉള്ളിൽ ഒരേ വികാരമുള്ളൂ സാർ. അത് തത്വമസി എന്നൊരു വികാരമുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഉള്ളിലാണ് സാർ ഈ രാഷ്ട്രീയ ഇരട്ടത്താപ്പുള്ളത്. നിങ്ങളുടെ ഉള്ളിലാണ് സാർ ഈ രാഷ്ട്രീയ ഇരട്ടത്താപ്പുള്ളത്. കേരളത്തിലെ പൊതുജനത്തിന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റാതെ കേരളത്തിലെ ഹിന്ദു നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല? റിയൽ ഡിവോട്ടീസ്. സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം തിരുത്തി നൽകുന്നതിനെ കുറിച്ചുള്ള ആലോചനയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഈ സർക്കാരിന്റെ കൂടുതൽ വിശദീകരണം ഇക്കാര്യത്തിൽ കിട്ടേണ്ടതുണ്ട്. ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം പ്രതീക്ഷിക്കുകയാണ്. നാളെയെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രതീക്ഷിക്കാം. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് മാറ്റുമോ? മാറ്റുമെന്ന് 69% പ്രേക്ഷകർ, ഇല്ല എന്ന് 26%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.